Back to Easy English. In our discussing the plus 2 English textbook dangers of drug abuse in the lesson this article is Dr. Hardin Jones. So lesson avasanam koduttirikkunna kochu profile namukku vaayikam iddhathinte Hardin Jones. അദ്ദേഹം ജനിച്ചത് 1914 മരണപ്പെട്ടത് 1978 was born in Los Angeles, California. യുഎസിലെ ലോസ് ആഞ്ചലസ് കാലിഫോർണിയയിലാണ് അദ്ദേഹം ജനിച്ചത്. He was a professor of medical physics and physiology and assistant director of Donner Laboratory, University of California, Berkeley. Dangers of drug abuse is a timely warning to the modern society. Timely warning എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തക്ക സമയത്തുള്ള കൃത്യസമയത്തുള്ള എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ ഈ ആധുനിക ലോകത്ത് കൃത്യമായ സമയത്തുള്ളൊരു വാണിംഗ് ആണ് ഈ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് എന്ന ഈ ഒരു ആർട്ടിക്കിൾ. നമുക്കറിയാം ഇന്ന് ഡ്രഗിൻ്റെ മിസ്യൂസ് വളരെയധികം വർദ്ധിച്ചൊരു കാലമാണ്. അപ്പോൾ സിനിമകളിലൊക്കെ ഇതിനെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു നല്ല ആർട്ടിക്കിളാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഡ്രഗ്സ് എല്ലാം നമ്മൾ മിസ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനത് ബാധിക്കുന്നത് എന്നാണ് ഈ ഒരു ആർട്ടിക്കിൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, അപ്പോഴാണ് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവുക. അപ്പോൾ ഈ ക്ലാസ്സൊക്കെ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് യൂസ്ഫുള്ളായി ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോസിന് പ്ലേലിസ്റ്റ് സെക്ഷൻ വിസിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഏറ്റവും മുകളിൽ കൊടുത്തിരിക്കുന്ന ഭാഗമാണ് ഞാൻ വായിക്കുന്നത്. You have now understood the urgency of the task to protect the world around us. ഇപ്പോൾ തൊട്ട് മുമ്പത്തെ ലെസണൊക്കെ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് ചുറ്റുമുള്ള ലോകത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതിൻ്റെ ഏർജൻസി, അതിൻ്റെ ആവശ്യകത. വിൽ ദിസ് എലോൺ സഫൈസ് എന്ന് പറഞ്ഞാൽ മതിയാകുമോ എന്നാണ്. ഇത് മാത്രം മതിയോ? ചുറ്റുമുള്ള ലോകത്തിനെ മാത്രം നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്താൽ മതിയോ? ക്യാൻ എ സൊസൈറ്റി ത്രൈവ് വിത്തൗട്ട് എൻഷുറിങ് ദാറ്റ് ഇൻഡിവിജ്വൽസ് മെയിൻറ്റെയിൻ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ? ഒരു സമൂഹത്തിലെ വ്യക്തികൾ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ആരോഗ്യപരമായിട്ടുള്ള ജീവിതശൈലി മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ, കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ആ സൊസൈറ്റിക്ക് എങ്ങനെ വളരാൻ സാധിക്കും? ത്രൈവ് ചെയ്യുക, വളരുക, മെച്ചപ്പെടുക, അല്ലെങ്കിൽ അഭിവൃദ്ധിപ്പെടുക. അപ്പോൾ അതിന് കഴിയുമോ ഒരു സൊസൈറ്റിക്ക്? Won't life itself be in jeopardy if individuals surrender themselves to different kinds of addiction? Won't life itself be in jeopardy? In jeopardy എന്ന് പറഞ്ഞാൽ in danger എന്നാണ് അർത്ഥം. അതൊരു ഫ്രഞ്ച് വേർഡ് ആണ്, അത് ഇംഗ്ലീഷിലേക്ക് വന്നതാണ് കേട്ടോ. ഇൻ ജെപ്പഡി. അപ്പോൾ ഇൻ ജെപ്പഡി എന്ന് പറഞ്ഞാൽ ഇൻ ഡേഞ്ചർ. അപ്പോൾ സമൂഹം തന്നെ ഡേഞ്ചറിലാവില്ലേ ഇഫ് ഇൻഡിവിജ്വൽ സറണ്ടർ ദംസെൽവ്സ് ടു ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് അഡിക്ഷൻ? വ്യത്യസ്തമായ രീതിയിലുള്ള അഡിക്ഷനിലേക്ക് വ്യക്തികൾ സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ, കീഴ്പ്പെട്ട് കഴിഞ്ഞാൽ സമൂഹം തന്നെ അപകടത്തിലാവില്ലേ? നൗ റീഡ് ഓൺ. ഇനി വായിക്കൂ. ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്. ഡ്രഗ്സ് മിസ്യൂസിൻ്റെ അപകടങ്ങൾ, ഡേഞ്ചേഴ്സ്. അപ്പോൾ അബ്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മിസ്യൂസ്, അതല്ലെങ്കിൽ ഹാബിച്വൽ ടേക്കിംഗ് ഓഫ് ഇല്ലീഗൽ ഡ്രഗ്സ്. ഇല്ലീഗലായിട്ടുള്ള, നമ്മൾക്ക് ഉപയോഗിക്കാൻ അനുമതിയില്ലാത്ത ഈ ഒരു ഡ്രഗ്സിൻ്റെ ഉപയോഗം, അതാണ് ഡ്രഗ് അബ്യൂസ്. നമുക്ക് നോക്കാം. Drugs have been discovered to prevent and cure physical diseases and reverse the disturbances that occur in some mental illnesses. അപ്പോൾ എങ്ങനെയാണ് ഡ്രഗ്സ് ഡിസ്കവർ ചെയ്യപ്പെട്ടത്? ഡ്രഗ്സിനെ എങ്ങനെയാണ് അത് ഉണ്ടാക്കപ്പെട്ടത്, കണ്ടുപിടിക്കപ്പെട്ടത്? ടു പ്രിവെൻറ്റ്, എതിർക്കാൻ, അല്ലെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യാൻ, നിർത്താൻ, സ്റ്റോപ്പ് ചെയ്യാൻ, ആൻഡ് ക്യൂർ, ഭേദപ്പെടുത്താൻ ഫിസിക്കൽ ഡിസീസസ്. നമ്മുടെ ശരീരത്തിന് വരുന്ന പലതരത്തിലുള്ള ഡിസീസസ്, പലതരത്തിലുള്ള രോഗങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാനും തടുത്തു നിർത്താനുമാണ് ഇത് ഡ്രഗ്സ് ഡിസ്കവർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആൻഡ് റിവേഴ്സ് ദ ഡിസ്റ്റർബൻസസ് ദാറ്റ് ഒക്കർ ഇൻ സം മെൻ്റൽ ഇൽനെസ്സസ്. ഇനി ചില മെൻ്റൽ ഇൽനെസ്സസ്, ചില മാനസിക അസുഖം, മാനസിക പ്രശ്നങ്ങൾ, അതിലുണ്ടാകുന്ന ഡിസ്റ്റർബൻസിനെ ഇല്ലാതാക്കാൻ, റിവേഴ്സ് ചെയ്യാനും കൂടിയാണ് ഡ്രഗ്സ് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ എക്സൈറ്റ്മെന്റ് ഓവർ വാട്ട് ഡ്രഗ്സ് ക്യാൻ ഡു ഹാസ് ലെഡ് പീപ്പിൾ ടു ബിലീവ് ദാറ്റ് എനി എയിൽമെന്റ്, ഇൻഫെക്റ്റീവ് ഓർ സൈക്കിക്, ക്യാൻ ബി റിലീവ്ഡ് ബൈ ടേക്കിംഗ് എ പിൽ. എന്നാൽ ആൾക്കാർക്ക് വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ആവേശം. ഓവർ വാട്ട് ഡ്രഗ്സ് ക്യാൻ ഡു, ഡ്രഗ്സിന് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ളതിനെ. ഹാസ് ലെഡ് പീപ്പിൾ ടു ബിലീവ്, അത് ജനങ്ങൾ വിശ്വസിക്കുകയും ചെയ്തു, ദാറ്റ് എനി എയിൽമെന്റ്, ഏത് അസുഖവും, ഇൻഫെക്റ്റീവ് ആവട്ടെ എന്ന് വെച്ചാൽ കണ്ടാജിയസ് അല്ലെങ്കിൽ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള
ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള പകരുന്ന രീതിയിലുള്ള ഒരു ഏതെങ്കിലും അസുഖം അല്ലെങ്കിൽ സൈക്കിക് മാനസികമായിട്ടുള്ള ഏത് അസുഖത്തിനും ക്യാൻ ബി റിലീവ്ഡ് ബൈ ടേക്കിംഗ് എ പിൽ. ഒരു പിൽ കഴിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഒരു ഗുളിക കഴിക്കുന്നതിലൂടെ എന്താണ് ഏത് അസുഖവും മാറും എന്നുള്ളൊരു തെറ്റാവിശ്വാസത്തിലേക്കാണ് ആളുകൾ അതിൽ എത്തിച്ചേർന്നത്. അറ്റ് ദ ഫസ്റ്റ് സൈൻ ഓഫ് നെർവസ്നെസ് ദേ ട്രൈ പെപ്പിൽസ്. ഒരു നെർവസ്നെസ്സിൻ്റെ തുടക്കത്തിൽ തന്നെ നെർവസ്നെസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് ഒരു ചെറിയ ടെൻഷൻ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ അവരെന്ത് ചെയ്യാണ്, പെപ്പിൽസ് അവർ കഴിക്കുന്നു. അപ്പോൾ പെപ്പിൽസ് എന്താണ്? പെപ്പിൽസ് എന്ന് പറയുന്നതിൻ്റെ മീനിങ് ഇതാണ്: പിൽസ് വിച്ച് ക്യാൻ ഇൻക്രീസ് വിഗർ, ഒരു എനർജി അതല്ലെങ്കിൽ ഒരു തരം ധൈര്യം ഒക്കെ നൽകുന്നതാണ് തരം പിൽസാണ് പെപ്പിൽസ് കേട്ടോ. അപ്പോൾ അതെടുത്ത ആൾക്കാർ നെർവസ്നെസ് മാറാൻ, നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇത്തരത്തിലുള്ള അസുഖം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ മാനസികമായിട്ട് തന്നെ സ്ട്രോങ് ആവാണ് വേണ്ടത്, അല്ലാതെ എന്തിനും ഉടനെ മരുന്നെടുത്ത് കുടിക്കുകയല്ല. അപ്പോൾ ചെറിയൊരു നെർവസ്നെസ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വലുതാവട്ടെ നെർവസ്നെസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ ഗുളിക എടുത്ത് കഴിക്കലല്ല. ഓക്കെ, ഇനി മെഡിക്കൽ ജേർണൽസ് നൗ അഡ്വർടൈസ് ട്രാങ്കുലൈസേഴ്സ്. ഇനി മെഡിക്കൽ പുസ്തകങ്ങൾ, ജേർണൽസ്, പലതരം പ്രസിദ്ധീകരണങ്ങളൊക്കെ എന്താണ്, അഡ്വർടൈസ്, അവർ പരസ്യം ചെയ്യുന്നു. എന്തിനെ? ട്രാങ്കുലൈസേഴ്സിനെ. ട്രാങ്കുലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ ഡ്രഗ്സ് യൂസ്ഡ് ഫോർ റെഡ്യൂസിങ് ആങ്സൈറ്റി, ഉത്കണ്ഠ, ആങ്സൈറ്റി കുറക്കാനുള്ള മരുന്നാണ് ട്രാങ്കുലൈസേഴ്സ്. അപ്പോൾ പല മെഡിക്കൽ ജേർണലിലും ട്രാങ്കുലൈസേഴ്സിനെ എന്ത് ചെയ്യുന്നു, അത് അഡ്വർടൈസ് ചെയ്യുന്നു, പരസ്യം കൊടുക്കുന്നു. ആംഫിറ്റാമിൻസ്, അതും പരസ്യം കൊടുക്കാറുണ്ട്. ആംഫിറ്റാമിൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? കോമ്പൗണ്ട് യൂസ്ഡ് ആസ് ഡ്രഗ്സ് തന്നെയാണ് കേട്ടോ. ആൻഡ് അതർ മൂഡ് ഓൾട്ടറിങ് ഡ്രഗ്സ്, നമ്മുടെ മനുഷ്യൻ്റെ മൂഡ് ചേഞ്ച് ചെയ്യുന്ന പലതരം ഡ്രഗ്സ്, ഇതൊക്കെ എന്താണ് അഡ്വർടൈസ് ചെയ്യുന്നത്. ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ദം, പലപ്പോഴും ഡോക്ടേഴ്സ് അതിനെ പ്രിസ്ക്രൈബ് ചെയ്യുന്നു, നിർദ്ദേശിക്കുന്നു. ആൻഡ് ദ പബ്ലിക് എക്സ്പെക്ട്സ് മിറാക്കിൾസ് ഫ്രം ദം. സ്വാഭാവികമായിട്ടും ജനങ്ങൾ എന്ത് ചെയ്യുന്നു? എക്സ്പെക്ട്സ്, അവർ പ്രതീക്ഷിക്കുന്നു മിറാക്കിൾസ്, അത്ഭുതങ്ങൾ ഈ ഡ്രഗ്സിന് ചെയ്യാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഇൻ സച്ച് ആൻ അറ്റ്മോസ്ഫിയർ, അത്തരമൊരു അവസ്ഥയിൽ ഇറ്റ്സ് നോട്ട് സർപ്രൈസിങ് ദാറ്റ് ഡ്രഗ്സ് അബ്യൂസ് ഹാസ് സ്പ്രെഡ്. അപ്പോൾ ഇത്തരമൊരു ഘട്ടത്തിൽ തീർച്ചയായിട്ടും ഡ്രഗ്സ് അബ്യൂസ് വർദ്ധിക്കുന്നതിൽ അതിശയോക്തിയില്ല. When people become dependent on drugs to solve their problems, they lose the capacity to deal with life situations through perseverance, self-discipline and mental effort. എന്താ പറഞ്ഞത്? When people become dependent on drugs, ഡ്രഗ്സിനെ വല്ലാതെ ജനങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ, ആശ്രയിക്കുമ്പോൾ, എന്തിനെ? ടു സോൾവ് ദെയർ പ്രോബ്ലംസ്, ജനങ്ങളുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ അവർ ഡ്രഗ്സിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ, they lose the capacity to deal with life situations through perseverance, അതുപോലെ തന്നെ സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് മെൻ്റൽ എഫേർട്ട്. ശരിക്കും നമുക്ക് എന്തെങ്കിലും ഡിപ്രഷനോ പ്രോബ്ലംസോ ഉണ്ടെങ്കിൽ നമ്മളത് ഓവർകം ചെയ്യേണ്ടത് പെർസിവറൻസ്, സ്ഥിരോത്സാഹം, ഇവിടെയൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചതാണ്. അതായത് തോറ്റു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തളർച്ച, തകർച്ച, അല്ലെങ്കിൽ വിഷമുണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീണ്ടും ശ്രമിക്കുക, അതായത് ലഭിക്കുന്നത് വരെ കഠിനമായിട്ട് പ്രയത്നിക്കുക, ആശ്രാന്ത പരിശ്രമം എന്നൊക്കെ പറയില്ലേ, അതന്നെ, അതാണ് ശരിക്കും പെർസിവറൻസ്. കിട്ടുന്നത് വരെ ശ്രമിക്കുക, തോറ്റാലും വീണ്ടും ശ്രമിക്കാം. അപ്പോൾ പെർസിവറൻസ് നമുക്ക് ഉണ്ടാവണം, സെൽഫ് ഡിസിപ്ലിൻ, നമുക്കൊരു ആത്മനിയന്ത്രണം ഉണ്ടാവണം, മെൻ്റൽ എഫേർട്ടൊക്കെ വേണം. ഇങ്ങനെയാണ് നമ്മുടെ പ്രോബ്ലംസ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അതിനെ മറികടക്കേണ്ടത്. പക്ഷേ ജനങ്ങൾ നേരെ എന്താണ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നേരെ ഡ്രഗ്സിലേക്ക് തിരികെയാണ്. It is now often considered naive to expend energy on solving a problem when there is an easy way out. It is now often considered naive. Naive എന്ന് പറഞ്ഞാൽ എന്താ? ലാക്ക് ഓഫ് ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ ലാക്ക് ഓഫ് വിസ്ഡം, അതാണ്. അതായത് ഒരു ബുദ്ധിയില്ലായ്മ, അതല്ലെങ്കിൽ മെച്യൂരിറ്റി ഇല്ലാത്ത അവസ്ഥ, അതാണ് നെയ്വ് കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ അത്ര മെച്യൂരിറ്റി ഇല്ലാത്ത കാര്യമാണ് എന്ത്? ടു എക്സ്പെൻഡ് എനർജി. എക്സ്പെൻഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. സ്പെൻഡ് ഓർ യൂസ്. അപ്പോൾ നമ്മുടെ എനർജി യൂസ് ചെയ്യുക, ഇത് ആൾക്കാരുടെ വിശ്വാസം കേട്ടോ. നമ്മുടെ എനർജി യൂസ് ചെയ്യുന്നത് ഒരു ബുദ്ധിയില്ലാത്ത കാര്യമാണ്. എന്തിൽ? ഓൺ സോൾവിങ് എ പ്രോബ്ലം വെൻ ദർ ഈസ് എൻ ഈസി വേ ഔട്ട്. ഈ ഈസി വേ ഔട്ട് എന്താ? ഒരു പ്രോബ്ലം നമുക്ക് വരുന്ന സമയത്ത് അത് സോൾവ് ചെയ്യാൻ ഒരു ഈസി വേ ഔട്ട് ഉണ്ട്. ഈ പിൽസ് ഒക്കെ എടുത്ത് കഴിക്കുക, ഈ ഡ്രഗ്സ് എടുത്ത് കഴിക്കുക, അതെന്താണ്? ആൾക്കാരുടെ വിശ്വാസമാണ്, ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ. ഓക്കെ, അപ്പോൾ അതാണ് ഈസി വേ ഔട്ട്. അതല്ലാതെ നമ്മുടെ പെർസിവറൻസും സെൽഫ് ഡിസിപ്ലിനൊക്കെ വെച്ചുകൊണ്ട് പതുക്കെ ഇത് സോൾവ് ചെയ്യുന്നത് നെയ്വാണ് എന്നതാണ് പല ആൾക്കാരുടെയും വിശ്വാസം. ഇറ്റ്സ് എ സിമ്പിൾ സ്റ്റെപ്പ് ഫ്രം ലുക്ക് വാട്ട് ഡ്രഗ്സ് ഡു ഫോർ മീ വെൻ ഐ ഫീൽ ഡിപ്രസ്ഡ് ടു ഇമാജിൻ വാട്ട് ഡ്രഗ്സ് ക്യാൻ ഡു ഫോർ മീ വെൻ ഐ ഫീൽ ഗുഡ് ഓൾറെഡി.
ഇത് ഈ ഒരു സ്റ്റെപ്പിൻ്റെ ഇതെന്തൊരു സ്റ്റെപ്പ്, നമ്മൾ ഈ എന്താ പറയുക ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് ഇതെന്താണ് ഒരു ഇറ്റ്സ് എ സിമ്പിൾ സ്റ്റെപ്പ് ഫ്രം ലുക്ക് വാട്ട് ഡ്രഗ്സ് ഡു ഫോർ മീ വെൻ ഐ ഫീൽ ഡിപ്രസ്ഡ്. അതായത് ഡ്രഗ്സ് ഉപയോഗിച്ച് തുടങ്ങുന്ന ഒരാളെന്താണ് ഓൾറെഡി നമ്മൾ ഡിപ്രസ്ഡ് ആയിരിക്കുന്ന സമയത്ത്, മാനസികമായിട്ട് തകർന്നിരിക്കുന്ന സമയത്ത് ഡ്രഗ്സ് എടുത്ത് കഴിക്കുന്നു. അങ്ങനെയാണ് തുടങ്ങുക. ഫസ്റ്റ് ഇങ്ങനെ ഡ്രഗ്സ് എടുത്ത് എന്താണ് അവർ തകർന്നിരിക്കുന്ന സമയത്ത് കഴിക്കും. അതിൽ നിന്ന് പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്? ടു ഇമാജിൻ വാട്ട് ഡ്രഗ്സ് ക്യാൻ ഡു ഫോർ മീ വെൻ ഐ ഫീൽ ഗുഡ് ഓൾറെഡി. ഞാൻ ഓൾറെഡി എന്താണ് ഓക്കെയാണ്, ഒരു ഡിപ്രഷൻ ഇല്ലാത്ത സമയത്തും ആൾക്കാർ എന്താണ് പിന്നെ ഡ്രഗ്സ് എടുത്ത് കഴിക്കുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ രീതി. ആദ്യം ഡിപ്രസ്ഡ് ആവുന്ന സമയത്ത് ആൾക്കാർ ഡ്രഗ്സ് കഴിക്കുന്നു, ശേഷം എന്താണ് ഡിപ്രഷൻ ഇല്ലാത്ത സമയത്തും എന്താണ്, ഇതൊരു അത്ഭുതമാണല്ലോ. അതുകൊണ്ട് അവർ വീണ്ടും ആ ഒരു സെൻസ് ഓഫ് പ്ലഷറിന് വേണ്ടിയിട്ട് ഡ്രഗ്സ് കഴിക്കുന്നു. എ ഡിസ്റ്റിങ്ഷൻ മസ്റ്റ് ബി മെയ്ഡ് ഹൗവർ ബിറ്റ്വീൻ മെഡിസിൻസ് ആൻഡ് ദ സെൻട്രൽ ഡ്രഗ്സ്. ഒരു ഡിസ്റ്റിങ്ഷൻ, ഡിഫറൻസ് തീർച്ചയായിട്ടും ഉണ്ടാകണം ബിറ്റ്വീൻ മെഡിസിൻസ് മരുന്നുകളും ആൻഡ് ദ സെൻട്രൽ ഡ്രഗ്സ് എന്ന് പറയുമ്പം the drugs that the body has no need for but that gives the user a strong sense of pleasure. നമ്മുടെ ശരീരത്തിൽ നിലക്കും ആവശ്യമില്ലാത്ത ഒരു കാര്യം അതാണ് എന്ത് സെൻട്രൽ ഡ്രഗ്സ്. പക്ഷെ അതൊരു വല്ലാത്ത സ്ട്രോങ് സെൻസ് ഓഫ് പ്ലഷർ, വല്ലാത്തൊരു സന്തോഷം, മതിഭ്രമം നമുക്ക് ഉണ്ടാക്കുന്നു, വല്ലാത്തൊരു ഫീല്, എനർജി നമുക്ക് തരുന്നു. അപ്പോൾ സെൻട്രൽ ഡ്രഗ്സ് അതാണ്, അത് നിരോധിക്കപ്പെട്ടതാണ്. അപ്പോൾ ഈ സെൻട്രൽ ഡ്രഗ്സും മെഡിസിൻസും തമ്മിൽ എന്ത് ചെയ്യണം? ഒരു ഡിസ്റ്റിങ്ഷൻ ഉണ്ടാവണം, വ്യത്യാസം ഉണ്ടാവണം. വി മസ്റ്റ് നോട്ട് ഡിസ്ഡെയിൻ ദ റിയൽ ആൻഡ് ഇമ്പോർട്ടൻറ്റ് അഡ്വാൻസസ് സയൻസ് ഹാസ് മെയ്ഡ്. ഡിസ്ഡെയിൻ എന്ന് പറഞ്ഞാൽ പുച്ഛിക്കുക, കണ്ടംപ്റ്റ് എന്ന് പറഞ്ഞാൽ തരം താഴ്ത്തുക, വില കുറച്ച് കാണുക. ഓക്കെ, സോ വി മസ്റ്റ് നോട്ട് ഡിസ്ഡെയിൻ ദ റിയൽ ആൻഡ് ഇമ്പോർട്ടൻറ്റ് അഡ്വാൻസസ് സയൻസ് ഹാസ് മെയ്ഡ്. ശാസ്ത്രം ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു അഡ്വാൻസ്മെന്റ്, പുരോഗതിയെ നമ്മൾ വില കുറച്ച് കാണാനൊന്നും പാടില്ല. അതായത് ഡ്രഗ്സിനെ കൊണ്ട് എന്താണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, സത്യമാണ്. ദ ഹിസ്റ്ററി ഓഫ് ദ മെഡിക്കൽ യൂസ് ഓഫ് ഡ്രഗ്സ് ഗോസ് ബാക്ക് 23 centuries ടു ഹിപ്പോക്രേറ്റ്സ്, ദ ഗ്രീക്ക് ഫിസിഷ്യൻ ഹു ഈസ് റിഗാർഡഡ് ആസ് ദ ഫാദർ ഓഫ് മെഡിസിൻ. ഇനി മെഡിക്കൽ യൂസ് ഓഫ് ഡ്രഗ്സ് മെഡിക്കൽ യൂസിന് ഉപയോഗിച്ചതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ എത്ര പിറകിലേക്ക് പോകുന്നറിയോ? 23 centuries ബാക്ക്, 23 നൂറ്റാണ്ടുകൾക്ക് പിറകിലേക്ക് പോകും. ഏതുവരെ എത്തും അത്? ഹിപ്പോക്രേറ്റ്സ്. അപ്പോൾ BC-യിലേക്ക് എത്തും അല്ലേ? BC-യിലേക്ക് എത്തും, ഹിപ്പോക്രേറ്റ്സിൻ്റെ അടുത്തേക്ക് എത്തും. അപ്പോൾ ആരാണ് ഹിപ്പോക്രേറ്റ്സ്? ദ ഗ്രീക്ക് ഫിസിഷ്യൻ ഹു ഈസ് റിഗാർഡഡ് ആസ് ദ ഫാദർ ഓഫ് മെഡിസിൻ. മെഡിസിൻ്റെ ഫാദറായിട്ട് അറിയപ്പെടുന്ന, വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്ന ഹിപ്പോക്രേറ്റ്സിൻ്റെ അന്ന് തൊട്ടിട്ട് തന്നെ എന്തുണ്ട്? ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട്. അത് എന്താവശ്യത്തിനായിരുന്നു? പക്ഷേ മെഡിക്കൽ യൂസിനായിരുന്നു എന്ന് മാത്രം. He was the first to recognize that a remedy must take into account not only the symptoms of the disease but also the constitution and habits of the patient. അപ്പോൾ ഇദ്ദേഹം, അതായത് ഫാദർ ഓഫ് മെഡിസിൻ ആയിട്ടുള്ള ഗ്രീക്ക് ഫിസിഷ്യൻ ആയിട്ടുള്ള ഹിപ്പോക്രേറ്റ്സ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നമ്മളൊരു സൊല്യൂഷൻ, ഒരു റെമഡി, അത് എന്ത് പരിഗണിക്കണം? ഒരു വ്യക്തിയുടെ, ഒരു പേഷ്യൻറ്റിൻ്റെ, അതായത് നമ്മളൊരു മരുന്ന് കൊടുക്കുന്ന സമയത്ത് പേഷ്യൻറ്റിൻ്റെ ശരീരാവസ്ഥ, ആരോഗ്യനില കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അതല്ലാതെ സിംറ്റംസ്, രോഗലക്ഷണം മാത്രം കൊടുത്താൽ പോരാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 പേര് ഒരു അസുഖത്തിന് വന്നു കഴിഞ്ഞാൽ 10 പേർക്കും ഒരേ മരുന്ന് കൊടുക്കരുത്. അവരുടെ കപ്പാസിറ്റി, ശാരീരിക നില ഒക്കെ കൊടുത്ത്, പ്രായം, ആരോഗ്യം ഇതൊക്കെ നോക്കിക്കൊണ്ട് വ്യത്യസ്തമായ മരുന്നാണ് കൊടുക്കേണ്ടതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഹി വാസ് ദ ഫസ്റ്റ് ടു റെക്കഗ്നൈസ്, അദ്ദേഹമാണ് ആദ്യം തിരിച്ചറിഞ്ഞത് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. ദാറ്റ് എ റെമഡി മസ്റ്റ് ടേക്ക് ഇൻ ടു അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ കൺസിഡർ നോട്ട് ഓൺലി ദ സിംറ്റംസ് ഓഫ് ദ ഡിസീസ്. സിംറ്റംസ് ലക്ഷണങ്ങളാണ് ഡിസീസ്, അസുഖത്തിൻ്റെ സിംറ്റംസ് ലക്ഷണങ്ങൾ മാത്രം നോക്കിയാൽ പോരാ നമ്മുടെ ഈ മരുന്ന്. ബട്ട് ഓൾസോ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഹാബിറ്റ്സ് ഓഫ് ദ പേഷ്യൻറ്റ്. എന്തുകൂടെ വേണം? പിന്നെ ഈ ഒരു ശാരീരിക അവസ്ഥ, ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് ഉദ്ദേശിച്ചത് ഒരു ജനറൽ സ്റ്റേറ്റ് ഓഫ് സമ്മൺസ് ഹെൽത്ത് എന്നുള്ളതാണ്. ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് ഉദ്ദേശിച്ചത് ഭരണഘടനയല്ല കേട്ടോ, മനസ്സിലാക്കണം. ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് ഉദ്ദേശിച്ചത് ദ ജനറൽ സ്റ്റേറ്റ് ഓഫ് സമ്മൺസ് ഹെൽത്ത്, ഒരാളുടെ ആരോഗ്യനിലയാണ്. അപ്പോൾ ഒരാളുടെ ആരോഗ്യനിലയും അയാളുടെ ഹാബിറ്റും, പേഷ്യൻ്റെ ഹാബിറ്റും ഒക്കെ ശ്രദ്ധിക്കണം എന്ന് അദ്ദേഹം ആദ്യമേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഹിസ് പ്രിൻസിപ്പൾസ് ഹാവ് കം ഡൗൺ ടു us as the dictum that the medicine must specifically suit the disease and the patient. അങ്ങനെ അദ്ദേഹം തുടങ്ങിയ ആ ഒരു കാര്യം, ആ ഒരു പ്രിൻസിപ്പിൾസ്, അദ്ദേഹത്തിൻ്റെ തത്വങ്ങൾ ഹാവ് കം ഡൗൺ ടു us as the dictum. അതൊരു മാക്സിം അല്ലെങ്കിൽ ഒരു ഡിക്റ്റം, ഒരു എന്താ പറയുക, ഒരു പ്രൊക്ലമേഷൻ ആയിട്ട് നമ്മളിലേക്ക് വന്നു. അതായത് മെഡിസിൻ എന്തായിരിക്കണം? ഡിസീസിനും സൂട്ടാവണം, അതേപോലെ തന്നെ പേഷ്യൻറ്റിനും സൂട്ടാവണം. അത് നമ്മളും അങ്ങനെ അനുവർത്തിച്ചു പോകുന്നു. ദാറ്റ് ഈസ് വെൻ ദർ ഈസ് എ ഡിസോർഡർ ഓൺലി എ ഡ്രഗ് ദാറ്റ് സ്പെസിഫിക്കലി
മിറ്റിഗേറ്റ്സ് ദാറ്റ് ഡിസോർഡർ ഷുഡ് ബി യൂസ്ഡ്. അതായത് ഇപ്പോൾ രോഗിയിലുള്ള ഒരു പ്രശ്നം, അതാണ് ഡിസോർഡർ കൊണ്ട് ഉദ്ദേശിച്ചത്. ഒരു ഡിസോർഡർ ഉണ്ടായിക്കഴിഞ്ഞാൽ only a drug that specifically mitigates that disorder, mitigates എന്ന് പറഞ്ഞാൽ കുറക്കുക, reduces, ആ ഡിസോർഡർ കുറക്കുന്ന ആ ഒരു സ്പെസിഫിക് ഡ്രഗ് മാത്രം യൂസ് ചെയ്യുക, ഷുഡ് ബി യൂസ്ഡ്, അത് മാത്രം ഉപയോഗിക്കുക. ഇനി നോക്കാം, the drug should also have restorative effects. Restorative effect എന്ന് പറഞ്ഞാൽ to make somebody feel healthier, stronger or more cheerful. റീസ്റ്റോർ ചെയ്യുക, അയാളുടെ പഴയ നിലയിലേക്ക്, ആരോഗ്യ നിലയിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നോക്കൂ, ദ ഡ്രഗ് ഷുഡ് ഓൾസോ ഹാവ് റെസ്ട്രിക്റ്റീവ് ഇഫക്ട്സ് ഓർ ഇറ്റ് വിൽ അൺബാലൻസ് ഹെൽത്തി ഫങ്ഷൻസ് ഓഫ് ദ ബ്രെയിൻ ആൻഡ് ബോഡി. അപ്പം ഒരു ഡ്രഗിന് ഒരു റിസ്ട്രിക്റ്റീവ് ഇഫക്റ്റ് ഉണ്ടാവണം, രോഗിയെ പഴയ നിലയിലേക്ക് കൊണ്ടുപോകാൻ കഴിയണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ഓർ ഇറ്റ് വിൽ അൺബാലൻസ് ഹെൽത്തി ഫങ്ഷൻസ് ഓഫ് ദ ബ്രെയിൻ ആൻഡ് ബോഡി, അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ബ്രെയിനിൻ്റെയും ബോഡിയുടെയും ഫങ്ഷനെ താളം തെറ്റിക്കും, അൺബാലൻസ് ചെയ്യും. അപ്പോൾ രോഗിക്ക് ഇത് കുടിക്കാം ഡ്രഗ്സ്, അത് പിന്നെ ഫിസിഷ്യൻ പ്രിസ്ക്രൈബ് ചെയ്യുന്ന പ്രകാരം, അല്ലാതെ ഓൾറെഡി ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ പ്ലഷറിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രശ്നമുണ്ടാകുമെന്നാണ് ഇവിടെ പറയുന്നത്. The correlative of this principle is that a healthy person cannot benefit from taking a drink. Correlative എന്ന് പറഞ്ഞാൽ having എ കറസ്പോണ്ടിങ് റിലേഷൻ, ബന്ധം ഒരേപോലെയുള്ള. ഓക്കെ, അപ്പോൾ കറലേറ്റീവ് ഓഫ് ദിസ് പ്രിൻസിപ്പിൾ ഇസ് ദാറ്റ്, അതിനോട് കൂടെ പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എ ഹെൽത്തി പേഴ്സൺ കനോട്ട് ബെനിഫിറ്റ് ഫ്രം ടേക്കിംഗ് എ ഡ്രഗ്. ഒരു ഡ്രഗ് എടുത്ത് കഴിക്കുന്നതിലൂടെ ഒരു ആരോഗ്യമുള്ള ഒരാൾക്ക് എന്താണ് ഗുണം കിട്ടുന്നില്ല. These two comes from Hippocrates. ഇതും ഹിപ്പോക്രേറ്റ്സിൽ നിന്നാണ് ഈ ഒരു കാര്യം കൂടെ വരുന്നത്. Who said, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, persons in good health quickly lose their strength by taking purgative medicines. നല്ല ആരോഗ്യമുള്ള ഒരാളെന്താണ് പെർഗേറ്റീവ് മെഡിസിൻസ് കഴിക്കുന്നതിലൂടെ എന്താണ് അയാളുടെ സ്ട്രെങ്ത് നശിക്കുന്നു എന്ന് ഓൾറെഡി ഹിപ്പോക്രേറ്റ്സ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ പെർഗേറ്റീവ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ, പെർഗേറ്റീവ് മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ, പെർഗേറ്റീവ് മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ എ മെഡിസിൻ ദാറ്റ് കോസസ് യു ടു ഗെറ്റ് റിഡ് ഓഫ് അൺവാണ്ടഡ് വേസ്റ്റ് ഫ്രം യുവർ ബോഡി. അപ്പോൾ വയറിളക്കാനും ഛർദ്ദിപ്പിക്കാനൊക്കെ ഉള്ള മരുന്ന്, അതിപ്പോൾ ഹെൽത്തി ആയിട്ടൊരു ആൾ ചെയ്യുന്നതിലൂടെ എന്താണ് അത് പ്രശ്നമാണ്, അയാളുടെ സ്ട്രെങ്ത് നശിക്കുന്നു എന്നാണ് ഹിപ്പോക്രേറ്റ്സിൻ്റെ കണ്ടുപിടുത്തം. ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ മെഡിസിൻസ് ആൻഡ് സെൻഷ്വൽ ഡ്രഗ്സ് ഈസ് സിമ്പിൾ. സെൻഷ്വൽ ഡ്രഗ്സും അത് ആവശ്യമില്ലാത്തതാണല്ലോ, അതുപോലെ തന്നെ മെഡിസിനും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ, വ്യത്യാസം വളരെ സിമ്പിളാണ്. സെൻഷ്വൽ ഡ്രഗ്സ് ആർ ദോസ് ദാറ്റ് ദ ബോഡി ഹാസ് നോ നീഡ് ഫോർ. ശരീരത്തിന് ആവശ്യമില്ലാത്ത കാര്യമാണ് എന്ത്, സെൻഷ്വൽ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ. ബട്ട് ദാറ്റ് ഗിവ് ദ യൂസർ എ സ്ട്രോങ് സെൻസ് ഓഫ് പ്ലഷർ. അത് യൂസറിന് വളരെയധികം പ്ലഷർ, സന്തോഷം നൽകുന്നു. സെൻഷ്വൽ ഡ്രഗ്സ് ആക്ടിവേറ്റ് ദ ബ്രെയിൻസ് പ്ലഷർ സെൻറ്റേഴ്സ്. നമ്മുടെ തലച്ചോറിന്, ബ്രെയിൻ ഒരുപാട് പ്ലഷർ സെൻറ്റേഴ്സ് ഉണ്ട്. പ്ലഷറിനെ ഉണ്ടാക്കാൻ കഴിവുള്ള ചില ഏരിയകൾ, പ്ലഷർ സെൻറ്റേഴ്സ്, അതിനെ എന്ത് ചെയ്യണം, ആക്ടിവേറ്റ് ചെയ്യാണ് സെൻഷ്വൽ ഡ്രഗ്സ് ചെയ്യുന്നത്. അത് ഓർഗാനിക്കലായിട്ടുള്ള ആക്ടിവേഷൻ അല്ല കേട്ടോ. അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പറയാം, വി ഡു നോട്ട് നോ പ്രിസൈസ്ലി ഹൗ ദേ ഡു ദിസ്. പ്രിസൈസ്ലി മീൻസ് എക്സാക്ട്ലി, നമുക്ക് എക്സാക്ട്ലി അറിയില്ല എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നതെന്ന്. അതായത് എങ്ങനെയാണ് സെൻഷ്വൽ ഡ്രഗ്സ് ബ്രെയിനിൻ്റെ പ്ലഷർ സെൻറ്റേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്, സ്റ്റിമുലേറ്റ് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. വെദർ ദേ സ്റ്റിമുലേറ്റ് ദ പ്ലഷർ സെൻറ്റേഴ്സ് ഡയറക്റ്റ്ലി ഓർ ആക്ടിവേറ്റ് ദം ത്രൂ കെമിക്കൽ മിമിക്രി. അതായത് ഡയറക്റ്റായിട്ട് ഇതിനെ പിന്നെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ടോ നമ്മുടെ പ്ലഷർ സെൻറ്റേഴ്സിൻ്റെ ബ്രെയിനെ, ഈ എന്താ പറയുക, ഈ ഡ്രഗ്സ് കഴിക്കുന്നത് നേരെ ബ്രെയിനിലെ പ്ലഷർ സെൻറ്റേഴ്സിനെ ഡയറക്റ്റ്ലി സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ടോ, ഉത്തേജിപ്പിക്കുന്നുണ്ടോ, ഓർ അല്ലെങ്കിൽ ആക്ടിവേറ്റ് ദം ത്രൂ കെമിക്കൽ മിമിക്രി, അതല്ലാതെ പിന്നെ കെമിക്കൽ മിമിക്രിയിലൂടെയാണോ അത് സംഭവിക്കുന്നത്. അപ്പോൾ എന്താണ് കെമിക്കൽ മിമിക്രി? ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ മീനിങ് കൊടുത്തിട്ടുണ്ട്. മീനിങ് ഞാൻ ഒന്ന് വായിക്കുന്നുണ്ട് കേട്ടോ. കെമിക്കൽ റിയാക്ഷൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡ്രഗ്സ് സിമിലർ ടു ദോസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പ്ലഷർ സെൻറ്റേഴ്സ് ഓഫ് ദ ബ്രെയിൻ. അതായത് റിയൽ ആയിട്ടുള്ള ഒരു പിന്നെ പ്ലഷർ സെൻറ്റേഴ്സിനെ ഉത്തേജിപ്പിക്കുന്ന കാര്യമില്ല. ഇപ്പോൾ ഉദാഹരണം നമുക്ക് വളരെ പിന്നെ സന്തോഷം തോന്നിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഫുട്ബോൾ കളിക്കുന്നു വല്ല പാടത്തോ ചളിയിലോ, അതല്ലെങ്കിൽ നല്ല മനോഹരമായ പ്രകൃതി ഭംഗി കാണുന്നു, ഇതൊക്കെ എന്താണ് വളരെ ഡയറക്റ്റായിട്ടുള്ള പിന്നെ ആ കാഴ്ചയും കാര്യങ്ങളൊക്കെ എന്താണ് നമ്മുടെ പ്ലഷർ സെൻറ്റേഴ്സ് ഡയറക്റ്റായിട്ട് വളരെ ഓർഗാനിക്കായിട്ട് അത് ഉത്തേജിപ്പിക്കപ്പെടുന്നു. എന്നാൽ ഇതൊന്നുമില്ലാതെ വെറുതെ നിങ്ങൾ അടച്ചുകൂട്ടി ഇരുട്ട് റൂമിൽ നിന്നിട്ടും ഇതാണ് ഒന്നും ശരിക്കും ഒരു നമ്മളൊരു ഇരുട്ട് റൂമിൽ നിൽക്കുമ്പം അവിടെ സന്തോഷിക്കാനൊന്നുമില്ല. പക്ഷേ ഈ
സാധനം കഴിക്കുന്നതോട് കൂടി എന്താണ് അതിനെ കൃത്രിമമായിട്ട് കെമിക്കൽ മിമിക്രിയിലൂടെ നമ്മുടെ പ്ലഷർ സെൻറ്റേഴ്സിനെ ഉത്തേജിപ്പിക്കുന്നു. ഓക്കെ, അപ്പം ഇങ്ങനെ ഡയറക്റ്റ്ലി ആണോ ഇൻഡയറക്റ്റ്ലി ആണോ എന്ന് അറിയുന്നില്ല. അപ്പോൾ ഈ കെമിക്കൽ മിമിക്രി എന്ന് പറയുമ്പോൾ ഡയറക്റ്റ്ലി അല്ല കേട്ടോ, ഇൻഡയറക്റ്റ്ലി. അപ്പോൾ ഡയറക്റ്റ്ലി ആണോ ഇൻഡയറക്റ്റ്ലി ആണോ ഇത് ഉണ്ടാവുന്നത് എന്ന് നമുക്കറിയുന്നില്ല. ഇൻ ദിസ് ടെക്സ്റ്റ് ഐ വിൽ റെഫർ ടു ബോത്ത് പോസിബിലിറ്റീസ് ആസ് സ്റ്റിമുലേഷൻ. അപ്പോൾ ഞാൻ ഈ ടെക്സ്റ്റിൽ എന്താണ്, ഐ വിൽ റെഫർ ടു ബോത്ത് പോസിബിലിറ്റീസ് ആസ് സ്റ്റിമുലേഷൻ. അപ്പോൾ രണ്ടിനും ഞാൻ എന്താണ് സ്റ്റിമുലേഷൻ എന്നാണ് ഇവിടെ പിന്നെ റെഫർ ചെയ്യുന്നത് വിളിക്കുന്നത്. ഐ വിൽ റെഫർ ടു ബോത്ത് പോസിബിലിറ്റീസ്, രണ്ട് സാധ്യതകളെയും ഞാൻ സ്റ്റിമുലേഷൻ എന്ന് വിളിക്കുന്നു. ദ ബ്രെയിൻ governs sensations, moods, thoughts and actions not by a magical process but by an incredibly complex series of chemically regulated controls. ഇനി പറയാം, നോർമലായിട്ട് ബ്രെയിൻ എങ്ങനെയാണ് നമ്മുടെ സെൻസേഷൻസ്, അതുപോലെ തന്നെ മൂഡ്സ്, തോട്ട്, ആക്ഷൻ, പ്രവൃത്തി, ചിന്ത, അതിനൊക്കെ എങ്ങനെയാണ് പിന്നെ ബ്രെയിൻ നമ്മളെ ഗവേൺ ചെയ്യുന്നത്, അതിനെ കൺട്രോൾ ചെയ്യുന്നത്? നോട്ട് ബൈ എ മാജിക്കൽ പ്രോസസ്സ്, അതൊരു മാന്ത്രിക പ്രവൃത്തിയിലൂടെ ഒന്നുമല്ല, ബട്ട് ബൈ ആൻ ഇൻക്രെഡിബിളി കോംപ്ലക്സ് സീരീസ് ഓഫ് കെമിക്കലി റെഗുലേറ്റഡ് കൺട്രോൾസ്. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കെമിക്കലി റെഗുലേറ്റഡ് ആയിട്ടുള്ള കൺട്രോൾസിലൂടെയാണ് ബ്രെയിനിൻ്റെ ഫങ്ഷൻ. വളരെ കോംപ്ലക്സ് ആണ്, അതിലൂടെയൊക്കെയാണ് ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. ദീസ് ആർ ഈസിലി അപ്സെറ്റ് ബൈ സെൻഷ്വൽ ഡ്രഗ്സ്. എന്നാൽ വളരെ നേച്ചറായിട്ട് സംഭവിക്കുന്ന ഈ കാര്യങ്ങൾ അപ്സെറ്റ് ചെയ്യാൻ, തകിടം മറിക്കാൻ, അതിനെ വേറെ രീതിയിലേക്ക് മാറ്റാൻ, അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ ഈ പിന്നെ സെൻഷ്വൽ ഡ്രഗ്സിന് കഴിയുന്നു. The disturbance is apparent in the effect of the sensual drugs on the mechanisms that control pleasure and satisfaction. അപ്പോൾ the disturbance is apparent. Apparent എന്ന് പറഞ്ഞാൽ ക്ലിയർ ആണ്. അപ്പോൾ ഈ ഒരു ഡ്രഗ്സ് നമ്മൾ കഴിക്കുന്നതിലൂടെ എന്താണ് ഇതിൻ്റെ ഡിസ്റ്റർബൻസ് വളരെ ക്ലിയർ ആണ്. ഇൻ ദി ഇഫക്റ്റ് ഓഫ് ദ സെൻഷ്വൽ ഡ്രഗ്സ് ഓൺ ദ മെക്കാനിസംസ് ദാറ്റ് കൺട്രോൾ പ്ലഷർ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. നമ്മുടെ സംതൃപ്തി, പ്ലഷർ, ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന മെക്കാനിസത്തെ വളരെ ഡയറക്റ്റ് ആയിട്ട് എന്താണ് സെൻഷ്വൽ ഡ്രഗ്സ് ഇഫക്റ്റ് ചെയ്യുന്നതും. എ ഡ്രഗ് യൂസേഴ്സ് ക്രേവിംഗ് ഫോർ ദ ഡ്രഗ് കണ്ടിന്യൂസ് ബട്ട് ഹി ഫീൽസ് ലെസ് ആൻഡ് ലെസ് സാറ്റിസ്ഫാക്ഷൻ. ഡ്രഗ്സ് കഴിക്കുന്ന ഒരു വ്യക്തിയുടെ ആ ഒരു ക്രേവിങ്, ആ ഒരു കൊതി ഉണ്ടല്ലോ, അതായത് ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ, വല്ലാത്തൊരു പ്ലഷർ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ വീണ്ടും വീണ്ടും അവൻ കൊതിക്കും. അതുകൊണ്ട് അവൻ കൂടുതൽ കൂടുതൽ അകത്താക്കും, പക്ഷെ അവൻ്റെ സാറ്റിസ്ഫാക്ഷൻ തികയാതെ വരും. അതുകൊണ്ടാണ് ഓരോ തവണയും മുമ്പ് ഉപയോഗിച്ച ആ ഡോസിൽ പിന്നെ ഉപയോഗിച്ച് കഴിയുമ്പോൾ എന്താണ് അവനതിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല, കൂടുതൽ കൂടുതൽ അവന് ഉപയോഗിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ഹിസ് ബ്രെയിൻസ് പ്ലഷർ റിഫ്ലെക്സസ് സീം ടു ബി വീക്കൻഡ് ബൈ ആർട്ടിഫിഷ്യൽ സ്റ്റിമുലേഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, നല്ലൊരു കാഴ്ച കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു ടൂറ് പോകുമ്പോൾ അപ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സ്റ്റിമുലേഷൻ നമുക്ക് സന്തോഷം കൊണ്ടുവരുന്നത് വളരെ ഓർഗാനിക്കാണ്, റിയലാണ്. എന്നാൽ ഈ സെൻഷ്വൽ ഡ്രഗ്സ് കഴിക്കുമ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ സ്റ്റിമുലേഷൻ ആണ്. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ സ്റ്റിമുലേഷനിലൂടെ നമ്മൾ ഇങ്ങനെ പ്ലഷർ സെൻറ്റേഴ്സിനെ കെമിക്കൽ മിമിക്രിയിലൂടെ ആയിരിക്കാം ഇത് എന്താണ് ഇങ്ങനെ നമ്മുടെ പ്ലഷർ സെൻറ്ററിനെ ഉത്തേജിപ്പിച്ച് അവസാനം ബ്രെയിൻ എന്ത് സംഭവിക്കുന്നു? ഹിസ് ബ്രെയിൻസ് പ്ലഷർ റിഫ്ലെക്സസ് സീം ടു ബി വീക്കൻഡ്. റിഫ്ലെക്സ്, ഈ ബ്രെയിനിൻ്റെ ഒരു റിഫ്ലെക്സ് ഉണ്ടല്ലോ, അത് പിന്നെ റെസ്പോണ്ട് ചെയ്യുന്ന കാര്യം, അത് നല്ലൊരു കാഴ്ചയുള്ള കാര്യം അല്ലെങ്കിൽ നമ്മുടെ സ്വാദിഷ്ടമായ ഭക്ഷണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സന്തോഷമുള്ള കാര്യങ്ങൾ ഒക്കെ നമ്മൾ ആസ്വദിക്കുമ്പോൾ അത് റിഫ്ലെക്സ് ചെയ്യുന്നുണ്ട്, റിഫ്ലക്ഷൻ ഉണ്ട്. ആ പ്ലഷർ റിഫ്ലെക്സസ് എന്ത് ചെയ്യുന്നു? വീക്കെൻഡ് ആവുന്നു, അശക്തമാകുന്നു. ഇൻ സിവിയർ അഡിക്ഷൻ, കടുത്ത അഡിക്ഷൻ ഉള്ളവരിലാണെങ്കിലോ ദ പ്ലഷർ മെക്കാനിസംസ് ഫെയിൽ ടു റെസ്പോണ്ട് ടു ഡ്രഗ് സ്റ്റിമുലേഷൻ. പിന്നെ ഡ്രഗ്സിലൂടെയും സ്റ്റിമുലേഷൻ നമുക്ക് കിട്ടാതെ പോകും. The drug then imparts only relative relief from misery and suspends the illness of withdrawal. അപ്പോൾ ഡ്രഗ് പിന്നെ പതുക്കെ എന്താണ് ഒരു റിലേറ്റീവ് റിലീഫ്, താരതമ്യേനുള്ളൊരു റിലീഫ് മാത്രം നമുക്ക് തരുന്നുള്ളൂ. അല്ലാതെ ആദ്യം തന്ന പോലെ പിന്നെ റിലീഫ് പിന്നെ ഉള്ള യൂസിൽ നമുക്ക് തരുന്നില്ല എന്ന് മാത്രമല്ല, ഇൽനെസ് ഓഫ് വിത്ഡ്രോവൽ സസ്പെൻഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇൽനെസ് ഓഫ് വിത്ഡ്രോവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, നമുക്കറിയാം ഒരു മദ്യം കഴിച്ചുകൊണ്ട് അതിൽ അഡിക്റ്റഡ് ആയ ഒരാൾ പതുക്കെ അതിങ്ങനെ നിർത്തുമ്പം അയാൾക്ക് എന്തുണ്ടാകും? ഒരു ഇൽനെസ് ഓഫ് വിത്ഡ്രോവൽ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു മീനിങ് ഇങ്ങനെ പറയാം: ഫിസിക്കൽ ഓർ മെൻ്റൽ ഇഫക്ട്സ് എ പേഴ്സൺ എക്സ്പീരിയൻസസ് ആഫ്റ്റർ ഹി സ്റ്റോപ്സ് ഓർ റെഡ്യൂസസ് ഡ്രഗ്സ്. അപ്പോൾ ഡ്രഗ്സ് അല്ലെങ്കിൽ മദ്യം ഒക്കെ സ്ഥിരമായി കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾ അത് നിർത്തുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ, ഇതാണ് ഇൽനെസ് ഓഫ് വിത്ഡ്രോവൽ കൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. ഇൽനെസ് ഓഫ് വിത്ഡ്രോവൽ കൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി ഇൻഫർമേഷൻ ഫ്രം ദ സെൻസസ് സ്റ്റിൽ റീച്ചസ് ദ ബ്രെയിൻ ബട്ട് ദ ബ്രെയിൻ ഈസ് അണേബിൾ ടു
ഇവാലുവേറ്റ് ദ ഇൻഫർമേഷൻ ആൻഡ് ഇൻ്റർപ്രറ്റ് ഇറ്റ് ആസ് പ്ലഷറബിൾ. അങ്ങനെ ബ്രെയിനിലേക്ക് ഇൻഫർമേഷൻ എത്തിയാൽ പോലും അത് പ്ലഷർ ഉണ്ടാക്കുന്നതാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ ബ്രെയിനിന് സാധിക്കാതെ പോകുന്നു. സന്തോഷമുള്ള കാര്യം കണ്ടാലും സന്തോഷമില്ലാത്ത അവസ്ഥ വരും. ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതാണ് വ്യാഖ്യാനിക്കുക. ഇൻ കോൺട്രാസ്റ്റ്, വിപരീതമായിട്ട്, ഇൻ കോൺട്രാസ്റ്റ്, നേച്ചുറലി അറ്റൈൻഡ് പ്ലഷേഴ്സ് enlarge the sense of satisfaction and can be repeated indefinitely. എത്ര വേണമെങ്കിലും, പരിധിയില്ലാതെ. അതായത് പിന്നെ നമ്മൾ ഡ്രഗ്സ് കഴിച്ചുണ്ടാക്കുന്ന ആ ഒരു സന്തോഷം കുറഞ്ഞ കാലം നിൽക്കുകയുള്ളൂ, അതിൽ പിന്നെ നമ്മുടെ ബ്രെയിനിലേക്ക് അത് കടക്കാതെ വരും. എന്നാൽ നേച്ചുറലി ഉള്ള സെൻസേഷൻ, സാറ്റിസ്ഫാക്ഷനൊക്കെ എന്താണ്, തുടരെ നമ്മൾ എത്ര തവണ പിന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാലും, എത്ര തവണ നമ്മൾ ഉപയോഗിക്കല, എത്ര തവണ നമ്മൾ എന്താ പറയുക, നേച്ചറായിട്ട് നമ്മൾ സന്തോഷങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാലും അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അതിൻ്റെ ഇത് ഇഫക്റ്റ് കുറയുന്നില്ല. പക്ഷേ ഡ്രഗ്സ് കഴിച്ചുണ്ടാവുന്ന ഈ ഒരു സന്തോഷം പല തവണ നമ്മൾ ആവർത്തിക്കുമ്പോൾ അത് കുറഞ്ഞു വരുന്നു. Ultimately, the sensory deprivation of the drug addict manifests itself in a general feeling of physical discomfort and in personality changes. ഇതിൽ സെൻസറി ഡിപ്രിവേഷൻ്റെ മീനിങ് മനസ്സിലാക്കണം. സെൻസറി ഡിപ്രിവേഷൻ എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് സെൻസറി സ്റ്റിമുലസ് പെർസെപ്ഷൻ. അതായത് നല്ലൊരു പിന്നെ സന്തോഷം കിട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യം, ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞാലും, ഉദാഹരണം കാഴ്ചയാണെങ്കിൽ ഒരു സന്തോഷം കിട്ടുന്നൊരു കാഴ്ച, അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാലും നമുക്കത് അതേ സന്തോഷത്തോടെ നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുന്നില്ലത്, അത് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അതാണ് സെൻസറി ഡിപ്രിവേഷൻ. അപ്പം അൾട്ടിമേറ്റ്ലി ദ സെൻസറി ഡിപ്രിവേഷൻ ഓഫ് ദ ഡ്രഗ് അഡിക്റ്റ് മാനിഫെസ്റ്റ് മീൻസ് ഷോസ് ഇറ്റ് സെൽഫ് ഇൻ എ ജനറൽ ഫീലിംഗ് ഓഫ് ഫിസിക്കൽ ഡിസ്കംഫേർട്ട്. അത് താരതമ്യേന ഇയാളിൽ ഒരു ഫിസിക്കൽ ഡിസ്കംഫേർട്ട്, ശാരീരികമായിട്ട് ഒരു സുഖമില്ലാത്ത അവസ്ഥയിലേക്ക് വരും. ആൻഡ് ഇൻ പേഴ്സണാലിറ്റി ചേഞ്ചസ്, പതുക്കെ പേഴ്സണാലിറ്റി ചേഞ്ചുകൾ കാണിക്കാൻ തുടങ്ങും. The addict feels depressed and fails to respond either to his environment or to other people. പതുക്കെ ഈ ഡ്രഗ് അഡിക്റ്റ് എന്താണ്, തൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങളോട് പ്രതികരിക്കാൻ കഴിയാതെ വരുന്നു, അതുപോലെ തന്നെ മറ്റുള്ളവരോടും പ്രതികരിക്കാൻ കഴിയാത്തൊരവസ്ഥ വരുന്നു. ഹിസ് മെൻ്റൽ ഡിസ്റ്റർബൻസ് ക്യാൻ ബി ക്വൈറ്റ് സിമിലർ ടു പാരനോയ. ഒരു പാരനോയിഡ് ആയ ആൾക്ക് എന്ത് ഫീലിംഗ് ആണ് വരിക, ആ ഒരു അവസ്ഥയിലേക്കാണ് ഇയാളും വരാൻ പോകുന്നത്. അപ്പോൾ പാരനോയ എന്നുള്ള വേർഡിൻ്റെ മീനിങ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. മീനിങ് ഇങ്ങനെയാണ്: ഇൻസാനിറ്റി വിച്ച് ലീഡ്സ് എ പേഴ്സൺ ടു ഡെവലപ്പ് ഇല്യൂഷൻസ്. പാരനോയിഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഭയങ്കര ഭയമായിരിക്കും, അതുപോലെ തന്നെ ഒരുപാട് സ്വപ്നങ്ങളിലായിരിക്കും, ഒരു വല്ലാത്ത ഇല്യൂഷൻസിലേക്ക് ഇങ്ങനെ പോകും, ചുറ്റുള്ളതിനൊക്കെ ഭയമൊക്കെ വരും. അപ്പോൾ അത്തരം ഒരു അവസ്ഥയിലേക്ക്, ഒരു വല്ലാത്തൊരു സ്വപ്നലോകത്തിലൂടെ ആയിരിക്കും സഞ്ചരിക്കുന്നത്. നമ്മൾ സാധാ കാണുന്ന സ്വപ്നങ്ങളോ ചെറിയ സ്വപ്നങ്ങളോ അല്ല ഉദ്ദേശിക്കുന്നത്, ഇല്യൂഷൻസ്, വല്ലാത്ത, അതായത് ഇല്യൂഷൻസിൽ എന്ന് പോലെ നമ്മൾ സംസാരിക്കുക, അല്ലെങ്കിൽ അത്തരം പിന്നെ നമ്മൾ വേറെ ലോകത്താണെന്ന് കരുതി പ്രതികരിക്കും. അതാണ് പാരനോയ. അപ്പോൾ ആ ഒരു ഫീലിംഗ് ആണ്, അതുപോലെയൊക്കെ ഉള്ള അതൊരു പിന്നെ സൈക്കോളജിക്കൽ പ്രോബ്ലമാണ്. ആ ഒരു അവസ്ഥയിലേക്കാണ് പിന്നെ ഇയാൾ പോകുന്നത്. ഹീ കനോട്ട് ഡിസേൺ എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കുക. ഹീ കനോട്ട് ഡിസേൺ ദ സോഴ്സ് ഓഫ് ഹിസ് പ്രോബ്ലം ആൻഡ് ലുക്സ് ഫോർ ദ കോസ് ഇൻ എവ്രിതിങ് ബട്ട് ഹിംസെൽഫ്. അപ്പം തൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ഇയാൾക്ക് മനസ്സിലാവാത്ത അവസ്ഥ വരികയും എല്ലാത്തിൻ്റെയും കോസ്, കാരണം ഒക്കെ തന്നിലേക്ക് തന്നെ അയാൾ ചുരുങ്ങുകയും ചെയ്യും. ഫോർ ദ കോസ് ഇൻ എവറിത്തിങ് ബട്ട് ഹിംസെൽഫ്, അയാളിലേക്ക് തന്നെ ചുരുങ്ങും. എനിത്തിങ് എക്സ്റ്റേണൽ ഈസ് സസ്പെക്റ്റ്. പുറത്തുള്ളതിൽ എല്ലാത്തോടും ഭയം, ഒരു ഡൗട്ടായിരിക്കും. ഡൗട്ട്, അതായത് പുറത്തുള്ള ഒന്നിനോടും, ഒരു വ്യക്തിയോടാവട്ടെ, ഒരു സന്ദർഭം, അതല്ലെങ്കിൽ ഒരു സാഹചര്യം, പരിസ്ഥിതി, അതിനോടൊക്കെ അയാൾ എന്താ പറയുക, അതിനോടൊക്കെ ഒരു ഭയം, ഒരു തരം വെറുപ്പ് അല്ലെങ്കിൽ ഒരു ഡൗട്ട് ഉണ്ടാകും. പതുക്കെ തന്നിലേക്ക് തന്നെ വലിയും. ഹി ഡ്രോസ് ഫർദർ ആൻഡ് ഫർദർ ടു ഹിംസെൽഫ്. പതുക്കെ അയാൾ തന്നിലേക്ക് തന്നെ വലിയും. ദ അഡിക്റ്റ് ഓഫൻ ഫീൽസ് പീപ്പിൾ ആർ ലുക്കിംഗ് അറ്റ് ഹിം സ്ട്രേഞ്ച്ലി. ഈ അഡിക്റ്റിന് ഫീൽ ചെയ്യും, ആൾക്കാരൊക്കെ എന്നെ വളരെ സ്ട്രേഞ്ച് ആയിട്ടാണല്ലോ, വളരെ വല്ലാത്തൊരു പ്രത്യേക അവസ്ഥയിലാണല്ലോ എന്നെ നോക്കുന്നത്, എന്നെ സ്ട്രേഞ്ച് ആയിട്ട് വളരെ എന്തോ പ്രത്യേകതയുള്ള പോലെ എന്നെ നോക്കുന്നു എന്ന് അയാൾക്ക് ഫീൽ ചെയ്യും. One told me he wasn't sure when people smiled at him that they were not really laughing. ഒരു ഡ്രഗ് അഡിക്റ്റായ ആൾ ഹർദിൻ ബിൻ ജോൺസിനോട് പറഞ്ഞ കാര്യം ഇയാളിവിടെ പറയാണ്, നമ്മുടെ ഈ ആർട്ടിക്കിളിൽ പറയാണ്. അതായത് ജനങ്ങൾ ഇദ്ദേഹത്തെ നോക്കി പുഞ്ചിരിക്കുമ്പോൾ അത് പരിഹാസമാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തൊരവസ്ഥ വരും. ദ അഡിക്റ്റ് ക്യാൻ ഈവൻ ലൂസ് ഹിസ് സെൻസ് ഓഫ് ബീങ് അലൈവ്. താൻ ജീവിച്ചിരിക്കുകയാണ് എന്ന തോന്നൽ പോലും ഈ അഡിക്റ്റിന് ഇല്ലാതാകും. അതുപോലും അയാൾക്കൊരു ആയിപ്പോവും. ഹി ഫീൽസ് ഡെഡ് ഇൻസൈഡ്. അകമേ മരിച്ച പോലെയായിരിക്കും.
One rehabilitated heroin addict described his sensory deprivation to me. ഹെറോയിൻ ഹെറോയിൻ ഒരു ഡ്രഗാണ്. ഈ ഹെറോയിൻ അഡിക്റ്റഡ് ആയിട്ടുള്ള, എന്നാൽ പിന്നെ അയാൾ റീഹാബിലിറ്റേറ്റഡ് ആയി, അതിൽ നിന്ന് മുക്തി നേടി മാറി വന്ന ഒരാൾ ഇയാളോട് പറഞ്ഞ കാര്യമാണ് അയാളുടെ ഒരു സെൻസറി ഡിപ്രിവേഷൻ എത്രത്തോളം ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു സെൻസ് അതിൻ്റെ ഡിപ്രിവേഷൻ കിട്ടാത്തൊരവസ്ഥ, അത് സ്റ്റിമുലസ് പെർസെപ്ഷൻ കിട്ടാത്ത, സെൻസറി സ്റ്റിമുലസ് പെർസെപ്ഷൻ കിട്ടാത്തൊരവസ്ഥ, അതാണ് സെൻസറി ഡിപ്രിവേഷൻ. അപ്പം ഒരു ഹെറോയിൻ അഡിക്റ്റ് ആയിരുന്ന, മുൻപേ ഹെറോയിൻ അഡിക്റ്റ് ആയിരുന്ന ആൾ, അയാളുടെ അവസ്ഥ, പരിതാപകരമായ അവസ്ഥ ഇയാളോട് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ്? ലുക്കിംഗ് ഔട്ട് ഓഫ് ദ വിൻഡോ ഹി സെഡ് ദ സൺ ഈസ് ഷൈനിങ്, ദ ഫ്ലവേഴ്സ് ആർ ഇൻ ബ്ലൂം, ഐ നോ ദീസ് ആർ സൈൻസ് ഓഫ് എ ഗുഡ് ഡേ, ബട്ട് pressing his chest, I don't feel it in here. ഈ ഹെറോയിൻ അഡിക്റ്റ് ആയിരുന്ന അയാൾ പറയണം അയാളുടെ സെൻസറി ഡിപ്രിവേഷൻ്റെ അവസ്ഥ. അതായത് ഇയാൾ പുറത്തേക്ക് നോക്കുമ്പോൾ, വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ഇയാൾ പറയാണ് ദ സൺ ഈസ് ഷൈനിങ്. സണ്ണല്ല, എന്താണ്, നമ്മുടെ സൂര്യനൊക്കെ നല്ല ഷൈൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. അതായത് ഒരു യൂറോപ്യൻ്റെ പെർസ്പെക്റ്റീവ് നിന്നാണ് നമ്മൾ സണ്ണിനെ കാണേണ്ടത്. നമ്മൾ ഏഷ്യക്കാരാണ്, നമുക്ക് ചൂടാണ്, നമുക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല സണ്ണിനെ. പക്ഷേ യൂറോപ്യൻസ് എന്താണ്, സണ്ണ് ചൂടുള്ള ദിവസം ഒക്കെ അവർക്ക് സന്തോഷമാണ്. നമ്മുടെ സമ്മറല്ലല്ലോ അവരുടെ സമ്മർ. അപ്പം ഇനി തിരികെ ഇങ്ങോട്ട് തന്നെ വരിക. അപ്പോൾ സണ്ണ് നല്ല നല്ല തിളങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ നല്ല ചൂടുള്ള, അല്ലെങ്കിൽ നല്ല കംഫർട്ടബിളായ ചൂടുള്ള ദിവസം. ദ ഫ്ലവേഴ്സ് ആർ ഇൻ ബ്ലൂം, ഫ്ലവേഴ്സൊക്കെ ആകെ വിരിഞ്ഞിട്ടുണ്ട്. ഇനിയോ ഐ നോ ദീസ് ആർ സൈൻസ് ഓഫ് എ ഗുഡ് ഡേ, അതൊക്കെ ഒരു നല്ല ദിവസത്തിൻ്റെ ലക്ഷണങ്ങളാണെന്ന് എനിക്കറിയാം. ബട്ട് പ്രസ്സിങ് ഹിസ് ചെസ്റ്റ്, എന്നിട്ട് ആ വ്യക്തി നെഞ്ചിൽ അമർത്തിക്കൊണ്ട് പറയാം ഐ ഡോണ്ട് ഫീൽ ഇറ്റ് ഇൻ ഹിയർ, എന്നാൽ അത് ഇങ്ങോട്ട് എനിക്കത് ഫീൽ ചെയ്യുന്നില്ല. പുറമേക്ക് ഞാൻ പല കാഴ്ചകളും കാണുന്നുണ്ട്, സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങളാണതെല്ലാം, പൂക്കളും അതുപോലെ തന്നെ സൂര്യനും കാഴ്ചകളും. പക്ഷേ അതൊന്നും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയുകയാണ് ഇതാ ഇങ്ങോട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഒരു സെൻസറി ഡിപ്രിവേഷൻ്റെ പ്രശ്നമാണ് വരുന്നത്. I have been addicts habitually. I have seen addicts habitually press their fingers deep into their arms or legs as if to reassure themselves of their own reality. ഹർദിൻ ജോൺസ് പറയാണ് ഡ്രഗ്സ് അഡിക്റ്റഡ് ആയ ആൾക്കാർ അവരുടെ ഫിംഗേഴ്സ്, പിന്നെന്താണ്, അവരുടെ ആംസ്, കൈകളിലും കാലുകളിലും അമർത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തിനാണത്? ടു റിയഷ്യൂർ ദംസെൽവ്സ് ഓഫ് ദെയർ ഓൺ റിയാലിറ്റി, അവരുടെ റിയാലിറ്റിയിലാണ് അവർ നിൽക്കുന്നത് എന്ന് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവരൊരു വല്ലാത്തൊരു ഇല്യൂഷൻസിൻ്റെ ലോകത്താണ്, വല്ല സ്വപ്നത്തിൻ്റെ വേറെ എന്തൊരു മായ ലോകത്തായിരിക്കും. അപ്പോൾ അത് അവർക്ക് റിയഷ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ല റിയാലിറ്റിയാണ്, ഈ കാണുന്നതെല്ലാം സ്വപ്നമല്ല യാഥാർത്ഥ്യമാണ് എന്ന് തിരിച്ചറിയാൻ എന്താണ് അവരിങ്ങനെ കൈകളിലും കാലുകളിലും അമർത്തുന്നത് പലതവണ കണ്ടിട്ടുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ദിസ് ക്രേവിംഗ് അതിയായ ആഗ്രഹം, കൊതി. This craving for lost sensations explains in part of the addict's need to continue to seek drug-induced sensations. അതായത് ഈ ഡ്രഗ് അഡിക്റ്റഡ് ആയ ആൾ എന്താണ്, ഈ സെൻസറി ഡിപ്രിവേഷൻ ഉള്ളത് കൊണ്ട് ഇയാൾക്ക് എന്താണ് വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോവുക. അപ്പോൾ തിരിച്ച് ആ സെൻസറി ഡിപ്രിവേഷൻ ഒഴിവാവാൻ, അതായത് സ്റ്റിമുലസ് പെർസെപ്ഷൻ തിരികെ കിട്ടാൻ വേണ്ടിയിട്ട് അവർ സ്വാഭാവികമായിട്ടും വീണ്ടും എങ്ങോട്ടാണ് പോവുക? ഡ്രഗ് ഇൻഡ്യൂസ്ഡ് സെൻസേഷനിലേക്ക് പോകും. അതായത് ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള സെൻസേഷനിലേക്ക് അവർ തിരികെ പോകുന്നു. ഡ്രഗ്സ് ഓഫേർഡ് എ സേഫ് ഫോം ഓഫ് പ്ലഷർ, ദർ മൈറ്റ് ബി ഫ്യൂ ഒബ്ജെക്ഷൻസ് ടു യൂസിങ് ദം. ഒബ്ജെക്ഷൻസ് എന്ന് പറഞ്ഞാൽ എതിർപ്പുകൾ. ഡ്രഗ്സ് നമുക്ക് നൽകുന്നത് അല്ലെങ്കിൽ നൽകിയിട്ടുണ്ടായിരുന്നത് ഒരു സേഫ് ഫോം ഓഫ് പ്ലഷർ, പ്രശ്നങ്ങളൊന്നുമില്ല, ശരീരത്തിന് യാതൊരു ഹാനികരമായിട്ടുള്ള ഒന്നുമില്ല, മറിച്ച് നല്ലൊരു പ്ലഷർ മാത്രമായിരുന്നു എങ്കിൽ അത് ഉപയോഗിക്കുന്നതിൽ അത്ര എതിർപ്പുകൾ ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ അങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ. ഹൗവർ ദ ക്ലെയിംസ് ദാറ്റ് ദേ ആർ സേഫ് മസ്റ്റ് ബി റെക്കഗ്നൈസ്ഡ് ആസ് ഫേക്ക് ഇൻ ദ ഫേസ് ഓഫ് ദ നോൺ കോൺസിക്വൻസസ് ഓഫ് കണ്ടിന്യൂഡ് ഡ്രഗ് യൂസ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡ്രഗ് യൂസിൽ അതിൻ്റെ അനന്തരഫലങ്ങൾ, കോൺസിക്വൻസസ്, അനന്തരഫലങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്, നമുക്ക് തിരിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് സേഫാണ് എന്നുള്ളത് ഫേക്കാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് തെറ്റായ ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് എന്താണ്, നമുക്ക് ശരീരത്തിന് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. റിയൽ ഡേഞ്ചേഴ്സ് എക്സിസ്റ്റ് ഓൾദോ ദ ഡ്രഗ് യൂസർ ഓഫൺ അസ്യൂംസ് ദേ ഡു നോട്ട്. ഡ്രഗ് യൂസർ കയറുന്നത്, അസ്യൂം ചെയ്യുന്നത്, തിങ്ക് ചെയ്യുന്നത് പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ്. പക്ഷേ ഡേഞ്ചർ അവിടെ നിലനിൽക്കുന്നുണ്ട്. Because the harmful side effects are not immediately apparent. ഡ്രഗ് യൂസർ
അയാൾക്കുള്ള പ്രശ്നങ്ങൾ പിന്നെ തുടക്കം മുതൽ തന്നെ അപ്പാരൻറ്റ് ക്ലിയർ ആവുകയില്ല. അപ്പാരൻറ്റ് മീൻസ് ക്ലിയർ. തുടക്കം തൊട്ടിട്ട് തന്നെ ഡ്രഗ് ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നങ്ങൾ ക്ലിയർ ആവുന്നില്ല. പക്ഷെ പതുക്കെയാണ് അത് കാണിക്കാൻ തുടങ്ങുക അതിൻ്റെ പ്രശ്നങ്ങൾ. പോസിബിൾ റിസൾട്ട്സ് റേഞ്ച് ഫ്രം ഇൻസിഡൻ്റൽ ഡിലീരിയസ് ഇഫക്ട്സ് ടു ഡെത്ത് ഫ്രം ഓവർഡോസ്. അപ്പം ഇതിൻ്റെ റേഞ്ച്, ഇതിൻ്റെ അപകടങ്ങൾ ഏത് തൊട്ട് ഏത് വരെ എന്നുള്ളതാണ് പറയുന്നത്. പോസിബിൾ റിസൾട്ട്സ് റേഞ്ച് ഫ്രം ഇൻസിഡൻ്റൽ ഡിലീരിയസ് ഇഫക്ട്സ്. ഡിലീരിയസ് ഇഫക്ട്സിൻ്റെ മീനിങ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനതൊന്ന് വായിക്കാം. ഡിലീരിയസ് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസിങ് എ ഡ്രീമി സ്റ്റേറ്റ്, അതായത് ഒരു സ്വപ്നത്തിലെന്ന പോലെയുള്ള ഒരു അവസ്ഥ. അതാണ് ഡിലീരിയസ് സ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ, ഡിലീരിയസ് ഇഫക്റ്റ്. അപ്പോൾ ഇവിടെ തൊട്ട് തുടങ്ങാം. ഇതിൻ്റെ പ്രശ്നങ്ങളാണ് പോസിബിൾ റിസൾട്ട്സ്, അതായത് ഡ്രഗ് യൂസിൻ്റെ പ്രശ്നം എവിടെ തൊട്ട് ഏതുവരെ. ഡിലീരിയസ് ഇഫക്ട്സ് ഒരു ഡ്രീമി സ്റ്റേറ്റ് തൊട്ടിട്ട് ടു ഡെത്ത്, മരണം വരെ സംഭവിക്കാം. ഫ്രം ഓവർഡോസ് ആണെങ്കിൽ ദ ഡേഞ്ചേഴ്സ് ദാറ്റ് ലൈ ബിറ്റ്വീൻ ദ എക്സ്ട്രീംസ് ആർ. അപ്പോൾ ഈ രണ്ട് എക്സ്ട്രീംസ് ആണ് ഇപ്പോൾ ഈ പറഞ്ഞത്. അതായത് ഈ ഡ്രഗ് ഓവർ യൂസ് കൊണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ മിസ്യൂസ് കൊണ്ട് സംഭവിക്കുന്നത് ഡെലീരിയസ് ഇഫക്ട്സിൽ തുടങ്ങി, അതൊരു എക്സ്ട്രീമാണ്, ഏറ്റവും ചെറുത്. ഡെത്ത് ഏറ്റവും വലുത്. ഈ രണ്ട് പിന്നെ എക്സ്ട്രീംസ് ആണ്. ഇപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള കാര്യങ്ങളോ നമുക്ക് നോക്കാം. ബിറ്റ്വീൻ ദ എക്സ്ട്രീംസ് ആർ ദ ഡീജനറേഷൻ ഓഫ് ഹെൽത്ത്. ഡീജനറേഷൻ എന്ന് പറഞ്ഞാൽ ഡിറ്റീരിയോറേഷൻ, കുറയുക. ഓക്കെ, ഡീജനറേഷൻ മീൻസ് ഡിറ്റീരിയോറേഷൻ, നശിക്കുക. ഓഫ് ഹെൽത്ത് നമുക്ക് നശിക്കുന്നു. ആൻഡ് ദ ഡിപ്ലീഷൻ ഓഫ് ബ്രെയിൻ ഫങ്ഷൻ, ഡിപ്ലീഷൻ കുറയുക, ബ്രെയിൻ ഫങ്ഷൻ കുറയുന്നു. ഇതൊക്കെയാണ് ബാക്കിയുള്ള അസുഖങ്ങൾ. ഇതൊക്കെ ഈ രണ്ട് എക്സ്ട്രീമിൻ്റെയും ഇടയിലുള്ള മറ്റുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ ഇതിൻ്റെ പ്രശ്നങ്ങളാണ് പറയുന്നത്. ഓക്കെ, ഓവർഡോസ് അതല്ലെങ്കിൽ ഈ ഒരു ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതിലുള്ള പ്രശ്നങ്ങൾ. ഡ്രഗ്സ് ആഫ്റ്റർ ഓൾ ആക്ട് ഡയറക്റ്റ്ലി ഓൺ ദ ബ്രെയിൻ ആൻഡ് കോസ് മെൻ്റൽ മെക്കാനിസംസ് ടു റെസ്പോണ്ട് അബ്നോർമലി. അപ്പോൾ ഡ്രഗ്സ് എന്താണ്, ഡയറക്റ്റ്ലി ബ്രെയിനിൽ ഫങ്ഷൻ ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു. ഇനി മാത്രമല്ല മെൻ്റൽ മെക്കാനിസം അബ്നോർമലായിട്ട്, നോർമൽ അല്ലാതെ അബ്നോർമലായിട്ട് ഫങ്ഷൻ ചെയ്യാൻ ഇത് കാരണമാകുന്നു. ദ റിസ്ക് ആർ ഗ്രേറ്റ് ഫോർ ദ പെർസിസ്റ്റൻ്റ് യൂസർ. ഇവിടെ പെർസിസ്റ്റൻ്റ് യൂസർ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് യൂസർ. കണ്ടിന്യൂസ് യൂസറിൻ്റെ കേസിലാണെങ്കിൽ റിസ്ക് വളരെ കൂടുതലാണ്. ഇൻ പെർട്ടിക്കുലർ പ്രത്യേകിച്ചും ദർ ഈസ് ദ ഡേഞ്ചർ ദാറ്റ് ഹി വിൽ ഡു ഹിംസെൽഫ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് ഹാം ബിഫോർ ദ വാർണിംഗ് സിംറ്റംസ് ഒക്കർ മീൻസ് ഹാപ്പൻ, സംഭവിക്കുക. അപ്പോൾ ഇവിടെയുള്ള പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾക്ക് ഒരു പക്ഷേ പുറമേക്ക് ആ അപകടങ്ങൾ കാണിക്കില്ല. അപ്പോൾ പ്രശ്നമൊന്നുമില്ലാന്ന് കരുതി ഇയാൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം ഇതിൻ്റെ വാർണിംഗ് സിംറ്റംസ് അങ്ങ് കാണിക്കുമ്പോഴത്തേക്ക് എന്താണ്, ഇയാൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടാകും. ഇയാളുടെ ശരീരം അത്രയധികം അപകടകരമായ അവസ്ഥയിലായിരിക്കും. മാത്രമല്ല ഇയാൾക്ക് ഇന്ന് പിന്തിരിഞ്ഞ് തിരികെ വരാനും കഴിയില്ല. അത്രയൊരവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. ഡ്രഗ് റിലേറ്റഡ് ഹെൽത്ത് ഡിസോർഡേഴ്സ് ആർ മെനി ആൻഡ് വേരിയഡ്. ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ്, ഹെൽത്ത് ഡിസോർഡേഴ്സ് വൈവിധ്യമാർന്ന തരത്തിലുള്ളതാണ്, വ്യത്യസ്തമായ, അത് ഒരുപാടുണ്ട്. മെനിയാണ്, വേരിയഡ് അത് വ്യത്യസ്തമായിട്ടുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഡേർട്ടി നീഡിൽസ് ആൻഡ് സൊല്യൂഷൻസ് യൂസ്ഡ് ഫോർ ഇൻജെക്ടിങ് ഡ്രഗ്സ് ക്യാൻ കോസ് abscesses in the arms and veins, liver disease, venereal disease and infection of the kidneys and brain. അപ്പോൾ ഡേർട്ടി നീഡിൽസ്, അതായത് ഇൻജെക്ട് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുന്ന ഡ്രഗ്സ്, അതിൻ്റെ നീഡിൽസ്, ഡേർട്ടി നീഡിൽസ്. അതുപോലെ തന്നെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഡ്രഗ് മിക്സ് ചെയ്യാനുള്ള അതിൻ്റെ ഒരു ലിക്വിഡ് മിക്സ്ചറാണ്. അത് യൂസ്ഡ് ഫോർ ഇൻജെക്ടിങ് ഡ്രഗ്സ് ക്യാൻ കോസ് abscesses എന്ന് പറഞ്ഞാൽ കുരുക്കൾ. ഓക്കെ, കുരുക്കളുണ്ടാകുന്നു, വലുതും ചെറുതുമായ പല തരത്തിലുള്ള കുരുക്കളുണ്ടാകുന്നു. ഇൻ ദ ആംസ് ആൻഡ് വെയിൻസ്, ആംസിലും കൈക്കാലുകളിലും വെയിൻസുകളിലും. ലിവർ ഡിസീസിന് കാരണമാകുന്നു. വെനറിയൽ ഡിസീസസ്, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ആണ് വെനറിയൽ ഡിസീസ് എന്ന് പറയുന്നത്, അതും ഉണ്ടാകുന്നു. ആൻഡ് ഇൻഫെക്ഷൻ ഓഫ് ദ കിഡ്നീസ് ആൻഡ് ബ്രെയിനിലും കിഡ്നിയിലും എന്താണ്, ഇൻഫെക്ഷനും ഉണ്ടാകുന്നു. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ പ്രശ്നങ്ങളാണ്. സ്നിഫിംഗ് കൊക്കെയിൻ ആൻഡ് ആംഫിറ്റാമിൻസ് can damage the tissue of the nose. കൊക്കെയിന് സ്നിഫ് ചെയ്യുക, അത് മണുക്കുക. സ്നിഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്മെല്ല് ചെയ്യുക. കൊക്കെയിന് സ്നിഫ് ചെയ്യുക. അതുപോലെ തന്നെ ആംഫിറ്റാമിൻസിൻ്റെ മീനിങ്ങും ടെക്സ്റ്റ് ബുക്കിലുണ്ട്. കോമ്പൗണ്ട്സ് യൂസ്ഡ് ആസ് ഡ്രഗായിട്ട് ഉപയോഗിക്കുന്ന കോമ്പൗണ്ടുകളാണ്. അപ്പോൾ ഈ ആംഫിറ്റാമിനും കൊക്കെയിനും ഒക്കെ സ്നിഫ് ചെയ്യുന്നത് എന്താണ്, ക്യാൻ ഡാമേജ് ദ ടിഷ്യൂ ഓഫ് ദ നോസിലെ ടിഷ്യൂസിനെ അത് ഡാമേജ് ചെയ്യുന്നു. And marijuana and tobacco smoking and
മരിവാന ആൻഡ് ടൊബാക്കോ സ്മോക്കിംഗ് ക്യാൻ കോസ് ലങ് ഡിസീസസ്. നമ്മൾ മലയാളത്തിൽ മരിജുവാന എന്ന് പറയില്ലേ, അത് ഇംഗ്ലീഷിൽ മരിവാന എന്നാണ് പറയുക. മരിവാന അതിൻ്റെ മീനിങ് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരു മീനിങ് ഞാൻ വായിക്കാം. ദ കോമൺ ഫോം ഓഫ് ദ ഡ്രഗ് കാനബീസ്. അപ്പം അതൊരു പ്ലാന്റാണ്, അത് ഡ്രഗായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റാണ്, കഞ്ചാവ് പോലൊക്കെ തന്നെ മരിവാന. അപ്പോൾ മരിവാന, അതേപോലെ തന്നെ ടൊബാക്കോ എന്താണ്, സ്മോക്കിംഗ് ക്യാൻ കോസ് ലങ് ഡിസീസസ്, ലങ് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാക്കുന്നു ഇവ. ഹെവി യൂസേഴ്സ് ഓഫ് ആൽക്കഹോൾ, volatile solvents, amphetamines or marijuana may find that their livers are permanently damaged. അപ്പോൾ ആൽക്കഹോൾ നന്നായിട്ട് ഉപയോഗിക്കുക, അതല്ലെങ്കിൽ volatile solvents ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ മീനിങ് കൊടുത്തിട്ടുണ്ട്, എ ലിക്വിഡ് ഇൻ ടു വിച്ച് എ ഡ്രഗ് ഈസ് മിക്സ്ഡ് ബിഫോർ ഡ്രിങ്കിങ്. അപ്പോൾ ഒരു തരം ലിക്വിഡാണ് volatile solvents, അതിലേക്ക് ഡ്രഗ് കൂടെ മിക്സ് ചെയ്തുകൊണ്ട് എന്താണ് അത് അകത്തേക്ക് കഴിക്കും, അതാണ് വൊലാറ്റൈൽ സോൾവെൻസ്. അപ്പം ആൽക്കഹോളും വൊലാറ്റൈൽ സോൾവെൻസും ആംഫിറ്റാമിനും നമ്മൾ നേരത്തെ പറഞ്ഞു മരിവാന, ഇതെല്ലാം എന്താണ്, ലിവേഴ്സ് പെർമനൻ്റ് ആയിട്ട് ഡാമേജ്ഡ് ആവുന്നു ഇതൊക്കെ ഉപയോഗിക്കുന്നതിലൂടെ. ബേബീസ് ഓഫ് വിമൻ അഡിക്റ്റഡ് ടു ഓപ്പിയേറ്റ്സ് എന്നാൽ ഡ്രഗ്സ്. ഓപ്പിയേറ്റ്സ് ആർ ലൈക്ലി ടു ബി ബോൺ അഡിക്റ്റഡ് ആൻഡ് ടു സഫർ ഫ്രം വിത്ഡ്രോവൽ സിംറ്റംസ്. നോക്കൂ നിങ്ങൾ, ഡ്രഗ്സിന് അഡിക്റ്റഡായ സ്ത്രീകൾ അവർ ഗർഭിണികളാണെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പം ആ കുഞ്ഞുങ്ങൾക്ക് പോലും പ്രശ്നമുണ്ട്, അവർ അഡിക്റ്റഡ് ആയിട്ടാണ് ജനിക്കുന്നതെന്ന് നോക്കൂ. മാത്രമല്ല വിത്ഡ്രോവൽ സിംറ്റംസ് അവർ കാണിക്കുന്നു. അപ്പോൾ എന്താണ് ഈ വിത്ഡ്രോവൽ സിംറ്റംസ്? ദി അൺപ്ലസൻറ്റ് ഫിസിക്കൽ റിയാക്ഷൻ ദാറ്റ് അക്കമ്പനീസ് ദ പ്രോസസ് ഓഫ് സീസിങ് ടു ടേക്ക് ആൻ അഡിക്റ്റീവ് ഡ്രഗ്. ഒരു അഡിക്റ്റീവ് ഡ്രഗ് പിന്നെ നമ്മൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആൾ നിർത്തിക്കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ കാണിക്കുന്ന പ്രശ്നങ്ങൾ ആ കുട്ടികളിലും കാണുമെന്നാണ്. അവരുടെ ആ ബുദ്ധിമുട്ടുകൾ ആ കുഞ്ഞുങ്ങളിലും കാണും. ശരിക്കും അവർ എന്ത് ചെയ്യുന്നില്ല, ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല, അവരുടെ മദറാണ് ഉപയോഗിച്ചത്, പക്ഷേ ഇവർക്ക് പോലും അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട് എന്നാണ്. കൊക്കെയിൻ ആൻഡ് ആംഫിറ്റാമിൻസ് ക്യാൻ കോസ് ഹെയർ ടു ഫോൾ ഔട്ട്. മുടി കൊഴിച്ചിലുണ്ടാവാൻ കൊക്കെയിനും ആംഫിറ്റാമിനൊക്കെ കാരണമാകുന്നു. ഇനി റീസെൻറ്റ് റിസർച്ച് ഹാസ് ഇൻഡിക്കേറ്റഡ് ദാറ്റ് മരിവാന ക്യാൻ ഡാമേജ് സെൽസിനെ നശിപ്പിക്കാൻ മരിവാനക്ക് കഴിയുമെന്ന് റീസെൻറ്റ് സ്റ്റഡി പറയുന്നു. എ ഡ്രഗ് യൂസേഴ്സ് വേ ഓഫ് ലൈഫ് മേക്സ് ഹി മോർ സസെപ്റ്റബിൾ ടു ന്യൂമോണിയ, ട്യൂബർകുലോസിസ്, മാൽന്യൂട്രീഷൻ ആൻഡ് വെയ്റ്റ് ലോസ്. ഒരു ഡ്രഗ് യൂസറിൻ്റെ ജീവിത രീതി ഉണ്ടല്ലോ, അത് മോർ സസെപ്റ്റബിൾ എന്നുള്ള വേർഡിൻ്റെ മീനിങ്ങും ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഈസിലി ടു സബ്ജക്റ്റ് ടു, അത് സാധ്യതയുണ്ട് എന്നാണ് കേട്ടോ, ഈസിലി സബ്ജക്റ്റ് ടു ന്യൂമോണിയ. അപ്പം ഒരു ഡ്രഗ് യൂസറിൻ്റെ ജീവിതം അയാൾക്ക് ന്യൂമോണിയ ഉണ്ടാവാൻ കാരണമാകുന്നു, ട്യൂബർക്ലോസിസ്, ക്ഷയം പോലുള്ള രോഗങ്ങളുണ്ടാകുന്നു, മാൽന്യൂട്രീഷൻ ഉണ്ടാകും, വെയ്റ്റ് ലോസ് ഇതൊക്കെ കാരണമാകുന്നു. ഫൈനലി an overdose of any of the essential drugs can lead to respiratory or cardiac failure and death. അങ്ങനെ ഓവർഡോസ് ഓഫ് എനി സെൻഷ്യൽ ഡ്രഗ്സ്, ഏതൊരു സെൻഷ്യൽ ഡ്രഗ് ഓവർഡോസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാലും അത് എന്തിലേക്ക് സംഭവിക്കും, റെസ്പിറേറ്ററി ശ്വസന സംബന്ധമായ, അതേപോലെ തന്നെ കാർഡിയാക് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഫെയിലർ ആൻഡ് ഡെത്ത്, അത് മരണത്തിലേക്ക് നയിക്കുന്നു. സെൻഷ്യൽ ഡ്രഗ്സ് അഫക്റ്റ് ദ കെമിസ്ട്രി ഓഫ് ദ ബ്രെയിൻ സെൽസ്. നമ്മൾ പറഞ്ഞു ബ്രെയിൻ സെൽസിൻ്റെ ആ ഒരു കെമിസ്ട്രിയെ തന്നെ സെൻഷ്യൽ ഡ്രഗ്സ് ബാധിക്കുന്നു. സെൽ ഫങ്ഷൻ ഈസ് ക്യാരിഡ് ഔട്ട് ബൈ thousands of enzymes acting within each cell. നോർമലി എങ്ങനെയാണ് സെൽ ഫങ്ഷൻ സംഭവിക്കുന്നത്? സെൽ ഫങ്ഷൻ നോർമലി എന്താണ്, ക്യാരിഡ് ഔട്ട് മീൻസ് അത് നടപ്പാക്കുന്നത് എങ്ങനെയാണ്, ബൈ thousands of enzymes acting within each cell. ഓരോ സെല്ലിനകത്തും എന്താണ്, thousands of enzyme കൃത്യമായ രീതിയിൽ ഫങ്ഷൻ ചെയ്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. Depending on how the cell chemistry adds up, the cell either reinforces or shifts the dominance of cell pathways and hookups. അപ്പോൾ ഇതിൽ ചില വേർഡിൻ്റെ ഒക്കെ മീനിങ് പറയേണ്ടതായിട്ടുണ്ട്. ആദ്യമായിട്ട് എൻസൈംസിൻ്റെ മീനിങ് എനി ഓഫ് എ ഗ്രൂപ്പ് ഓഫ് കെമിക്കൽ സബ്സ്റ്റൻസസ് ദാറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ലിവിങ് സെൽസ് ആൻഡ് കോസ് പെർട്ടിക്കുലർ കെമിക്കൽ റിയാക്ഷൻസ് ടു ഹാപ്പൻ വൈൽ നോട്ട് ബീയിങ് ചേഞ്ച്ഡ് ദംസെൽവ്സ്. അതേപോലെ തന്നെ സെൽ പാത്വേസിൻ്റെ മീനിങ് പറയാം. എ ബയോളജിക്കൽ പാത്വേ ഈസ് എ സീരീസ് ഓഫ്
actions among molecules in a cell that leads to a certain product or a change in the cell. That's cell pathways. Hookups, ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ മീനിങ് കൊടുത്തിട്ടുണ്ട്. Arrangement of mechanical parts acting as an integrated unit or connection. സെൽ കെമിസ്ട്രി എങ്ങനെ ആഡപ്പ് ചെയ്യുന്നു, എങ്ങനെ സംഭവിക്കുന്നു, അതിനനുസരിച്ച് സെൽ എന്താണ്, ഒന്നുകിൽ റെയിൻഫോഴ്സ് ചെയ്യുന്നു, വർദ്ധിപ്പിക്കുന്നു, ശക്തിപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യുന്നു. എന്ത്, ദ ഡോമിനൻസ് ഓഫ് സെൽ പാത്വേസ് ആൻഡ് ഹുക്കപ്സിൻ്റെയും സെൽ പാത്വേസിൻ്റെയും ആ ഒരു ഡോമിനൻസ് ഒന്നുകിൽ ശക്തിപ്പെടുത്തുന്നു അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യുന്നു. ഇതിപ്പോൾ കൂടുതൽ ഈ ഭാഗം മലയാളീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കി പോവുകയാണ്. Each exposure of the cells to psychoactive drugs somehow alters their chemistry. ഇനി സെൽസ് സൈക്കോ ഡ്രഗ്സിനൊക്കെ എക്സ്പോസ്ഡ് ആവുമ്പം, അതായത് സൈക്കോ ആക്റ്റീവ് ഡ്രഗ്സ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മളെന്താണ്, അതിൻ്റെ കെമിസ്ട്രി, അതിൻ്റെ ആ ഒരു ഫങ്ഷൻ എന്താണ്, അത് ചേഞ്ച് ചെയ്യുന്നു, ഓൾട്ടർ ചെയ്യുന്നു, ചേഞ്ച് ചെയ്യുന്നു. സൈക്കോ ആക്റ്റീവ് ഡ്രഗ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് ഡ്രഗ്സ് തന്നെയാണ് കേട്ടോ, ഡ്രഗ്സ് തന്നെയാണ്. ഇനി ടോക്സിക് കെമിക്കൽസ് ക്യാൻ ഈസിലി അപ്സെറ്റ് ദ ഡെലിക്കേറ്റ് കെമിക്കൽ ബാലൻസ് ഓഫ് ദ ബ്രെയിൻസ് ഇൻട്രിക്കേറ്റ് സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇൻട്രിക്കേറ്റ് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ്. അപ്പം ഈ ടോക്സിക് കെമിക്കൽസ്, അതായത് ഡ്രഗ്സ് ആണ് ഉദ്ദേശിച്ചത്, അത് ഈസിലി അപ്സെറ്റ് ചെയ്യും, തകിടം മറിക്കും നമ്മുടെ വളരെ ഡെലിക്കേറ്റായ മൃദുവായിട്ടുള്ള കെമിക്കൽ ബാലൻസ് ഓഫ് ബ്രെയിൻസ് ഇൻട്രിക്കേറ്റ് സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ. കോംപ്ലക്സ്, ഇൻട്രിക്കേറ്റ് മീൻസ് കോംപ്ലക്സ്. ഇപ്പോൾ ബ്രെയിനിൻ്റെ കമ്മ്യൂണിക്കേഷൻ വളരെ കോംപ്ലക്സ് ആണ്, മൃദുവാണ്, ഡെലിക്കേറ്റ് ആണ്. ആ ഒരു കെമിക്കൽ ബാലൻസിനെ തകർക്കാൻ ഈ ടോക്സിക് കെമിക്കൽസിന്, അതായത് ഡ്രഗ്സിന് സാധിക്കുന്നു. ടോക്സിക് ഇഫക്ട്സ് മേ ബി ട്രാൻസിറ്ററി മീൻസ് ടെമ്പററി, താൽക്കാലികം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം, ടോക്സിക് ഇഫക്റ്റ് എന്തായിരിക്കും, ചിലപ്പോൾ അത് താൽക്കാലികമായിരിക്കാം, ഓർ പെർമനൻറ്റ്, ചിലപ്പോൾ എല്ലാ കാലത്തും നിലനിൽക്കുന്നതുമാവാം, ഡിപ്പെൻഡിങ് ഓൺ ദ സെൽ ഡാമേജ്. അപ്പോൾ എത്രത്തോളം സെൽ ഡാമേജ് സംഭവിക്കുന്നു ഈ ഡ്രഗ് യൂസിലൂടെ, അതനുസരിച്ച് അത് കൂടിയും കുറഞ്ഞിരിക്കുന്നു. ദിസ് ആർട്ടിക്കിൾ ഫോക്കസസ് ഓൺ ദ ഇഫക്ട്സ് ഓഫ് ഡ്രഗ്സ് ഓൺ ദ ബ്രെയിൻ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു ഈ കാര്യം, അതായത് ബ്രെയിനിൽ എങ്ങനെയാണ് ഡ്രഗ്സ് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. ദിസ് ഈസ് നോട്ട് ടു മിനിമൈസ് ദർ ഇഫക്ട്സ് ഓൺ അതർ പാർട്സ് ഓഫ് ദ ബോഡി. അപ്പം അതിനർത്ഥം പിന്നെ ബ്രെയിനിൽ മാത്രമേ ഈ ഡ്രഗ്സ് ബാധിക്കുന്നുള്ളൂ എന്നുള്ളതല്ല, മറ്റുള്ള ഭാഗത്ത് എന്താണ്, അത് മോശം രീതിയിൽ ഇത് ബാധിക്കുന്നുണ്ട്, അതിനെ മിനിമൈസ് ചെയ്യുന്നില്ല, വില കുറച്ച് കാണുന്നില്ല. ഫോർ ദീസ് ക്യാൻ സംടൈംസ് ബി മോർ ഡിബിലിറ്റേറ്റിംഗ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് ഇതാണ്. മേക്കിംഗ് സംബഡി വെരി വീക്ക് ഓർ ഇൻഫേം, ഒരു ഡിസീസ് ആവുക ഒക്കെ എന്നുള്ള ഒരു അർത്ഥത്തിൽ തന്നെയാണ് കേട്ടോ ഡെബിലിറ്റേറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ ബ്രെയിനിൽ ബാധിക്കുന്നതാണ് കൂടുതൽ ഡെബിലിറ്റേറ്റിംഗ്, കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്നത്, വീക്കാക്കുന്നത്. അപ്പോൾ ബ്രെയിനിൽ എങ്ങനെ സംഭവിക്കും എന്നുള്ളതാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും അത് ബാധിക്കുന്നുണ്ട്, പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഡേഞ്ചറാണ് ഇതെന്ന്. ഓക്കെ, ഡാമേജ് ടു ദ ബ്രെയിൻ ഹൗവർ ഈസ് ദ മോസ്റ്റ് സറ്റിൽ മീൻസ് പ്രിസൈസ് ഓർ ഡെലിക്കേറ്റ്, മോസ്റ്റ് ഓഫൻ അൺറെക്കഗ്നൈസ്ഡ്, തിരിച്ചറിയപ്പെടുന്നില്ല, ആൻഡ് ലീസ്റ്റ് അണ്ടർസ്റ്റുഡ് കോൺസിക്വൻസ് ഓഫ് ഡ്രഗ് അബ്യൂസ്. കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ അനന്തരഫലം, അതായത് ബ്രെയിനിൻ്റെ ഭാഗത്ത് സംഭവിക്കുന്നത് കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്നു, അത് പലപ്പോഴും തിരിച്ചറിയാനും വൈകുന്നു, അൺറെക്കഗ്നൈസ്ഡ് ആണ്, ലീസ്റ്റ് അണ്ടർസ്റ്റുഡ് ആണ്. എന്നാൽ മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ സംഭവിക്കുന്നത് താരതമ്യമൊക്കെ പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ബ്രെയിനിൽ സംഭവിക്കുന്നത് കൂടുതൽ സറ്റിലാണ്, കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, അത് പതുക്കെ തിരിച്ചറിയുകയും ചെയ്യുന്നു. ഈ ആർട്ടിക്കിൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ മറ്റൊരു ലെസണുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.